പ്രാർത്ഥന കൂട്ടമായതുകൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് സംസാരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കുഴപ്പങ്ങളുള്ള ഒരു ഏരിയയാണ്. ഇതിൻ്റെ പ്രധാന കുഴപ്പമെന്ന് പറയുന്നത് പ്രാർത്ഥിച്ച് നമുക്ക് ദൈവത്തെ മാറ്റാൻ പറ്റുമോ എന്നുള്ളൊരു വലിയൊരു ചോദ്യം നിരീശ്വരവാദികളും റാഷണൽ ആയിട്ട് ചിന്തിക്കുന്ന എല്ലാവരും ആലോചിക്കുന്നൊരു കാര്യം. ദൈവം എത്രയും മനോഹരമായി ഇത് പ്ലാൻ ചെയ്യുകയും നമ്മുടെ ലൈഫെല്ലാം പ്ലാൻ ചെയ്യുകയും നമുക്ക് വേണ്ടതെല്ലാം തരികയും ചെയ്യുന്നതിനിടയ്ക്ക് നമ്മുടെ ബുദ്ധി അനുസരിച്ച് പ്രാർത്ഥിച്ചതിന് എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അത് നല്ലതായി മാറുമോ ചീത്തയായി മാറുമോ? ഇതുകൊണ്ട് എന്ത് മാറ്റമാണ്? ദൈവത്തിൻ്റെ പദ്ധതിക്ക് എന്തായാലും ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റുമല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറുന്നതിനിടയ്ക്ക് നമ്മൾ പ്രാർത്ഥിച്ച് അതിനൊരു മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ അത് ചിലപ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും ആത്യന്തികമായ നന്മ ഉണ്ടാവുമോ? ശരിക്കും ദൈവത്തിൻ്റെ പ്ലാനിങ് നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ടോ? അതൊരു വലിയൊരു എക്സിസ്റ്റൻഷ്യൽ ചോദ്യമാണ്. നമുക്ക് പ്രാർത്ഥന കൊണ്ട് എന്താണ് ശരിക്കും നമ്മൾ നേടുന്നതെന്നുള്ളത്. ഇപ്പോൾ പ്രിയ സഹോദരിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് വളരെ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയെ മാറ്റുവാൻ അതുകൊണ്ട് സാധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെല്ലാം ഇങ്ങനെയുള്ള അനേകം മുറിവുകളും വേദനകളും എല്ലാം മാറ്റപ്പെടാതെ കിടപ്പുണ്ട്. അപ്പോൾ ശരിക്കും പ്രാർത്ഥന കൊണ്ട് നമ്മൾ എന്താണ് സാധിക്കുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. പലരുടെ ഉള്ളിൽ കിടക്കുന്നൊരു ചോദ്യമാണ്. ഡസ് എനിത്തിങ് ചേഞ്ച് ബൈ പ്രെയർ? ദൈവത്തെ മാറ്റാൻ പ്രാർത്ഥന കൊണ്ട് പറ്റുമോ? എന്തിനാണ് നമ്മളോട് എപ്പോഴും പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഒരിക്കലും മാറ്റം വരുത്താൻ പറ്റാത്ത ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ, ഇമ്മ്യൂട്ടബിലിറ്റി ഓഫ് ഗോഡ്. ഞാൻ കഴിഞ്ഞ ദിവസം CSIക്കാരുടെ ഒരു പാഠപുസ്തകത്തിൽ ഒരു പാട്ട് യാദൃശ്ചികമായിട്ടത് വായിച്ചു നോക്കാനിടയായി. ഞാൻ പാട്ട് വായിക്കാറുണ്ട്, പൊതുവെ പാടാറില്ല. ആ പാട്ട് ഇങ്ങനെയാണ്: രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭവന സന്ദർശനം നിങ്ങൾ ചെല്ലുമ്പോൾ പാടേണ്ട ഒരു പാട്ട് എന്നതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഈ പാട്ട് എന്നെ എൻ്റെ ഒരു സഹോദരൻ കാണിച്ചു തരായിരുന്നു. ഇത് നോക്കൂ, ഈ പാട്ട് ശ്രദ്ധിച്ചോ, ഇതിൻ്റെ അർത്ഥം ശ്രദ്ധിച്ചോ. അപ്പം ഞാനത് വായിച്ചു നോക്കുമ്പോൾ ഞാൻ ആകെ അമ്പരന്ന് പോയി. അത് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്, എനിക്ക് തോന്നുന്നൊരു 200 വർഷങ്ങൾക്ക് മുമ്പെങ്കിലും എഴുതപ്പെട്ടൊരു പാട്ടാണ്. ആ പാട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: രോഗിയിലെടുത്ത് ചെല്ലുമ്പോൾ രോഗിയോട് കർത്താവ് സംസാരിക്കുന്ന പോലെയാണ് ആ പാട്ട്. കർത്താവ് പറയാണ്, നിനക്ക് ഈ രോഗം ദുഃഖവും എല്ലാം വന്നത് നിന്നെ എന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ദൂതനായിട്ടാണ്. നീ ഈ രോഗത്തിലും ദുഃഖത്തിലും ആയിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അവസാനത്തുള്ള രക്തം വരെ നിനക്ക് വേണ്ടി തന്ന എന്നെ ഓർത്തുകൊള്ളുക. അടുത്ത സ്റ്റാൻസയിൽ ഇങ്ങനെയാ പറയുന്നത്: നീ അനുസരണമുള്ളവനാകണമെങ്കിൽ നിന്റെ വിശുദ്ധീകരണം നടന്നേ പറ്റുള്ളൂ. വിശുദ്ധീകരണം കൂടാതെ അനുസരണം സാധ്യമല്ല. അതിനടുത്ത സ്റ്റാൻസ് എങ്ങനെയാണ്: ഒരു ദിവസം നീ എൻ്റെ കൂടെ തേജസ്സിൽ നിൽക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ രോഗമോ ബലഹീനതയോ ഒന്നും ഉണ്ടാവുകയില്ല എന്നുള്ളതിൽ നീ ആശ്വസിച്ചു കൊള്ളുവിൻ. രോഗിയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് വരുന്നതാണ്. ഇപ്പം രോഗിയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് വരുമ്പോഴും കൊടുക്കുന്ന പ്രത്യാശ എന്ന് പറയുന്നത് നാളെ ദൈവത്തിന് മുമ്പിൽ നീ നിൽക്കുമ്പോൾ നിന്റെ ശരീരം തേജസ്സുള്ളതായിരിക്കും എന്നാണ്. പക്ഷെ നമ്മൾ ഇന്ന് പലപ്പോഴും ഫോൾസ് ആയിട്ടുള്ള ഹോപ്പ് കൊടുക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്തോ സംഭവിക്കുമെന്നുള്ളൊരു ഫോൾസ് ഹോപ്പ് കൊടുത്തിട്ട് വർഷങ്ങളോളം പ്രാർത്ഥിച്ചിട്ട് ഒന്നും സംഭവിക്കാതാകുമ്പോൾ ഉള്ള വിശ്വാസം കൂടെ പോയിട്ട് ദൈവം എന്നെ കൈവിട്ടു എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നിട്ട് എൻ്റെ വിശ്വാസത്തിൻ്റെ കുഴപ്പമായിരിക്കും, അല്ലെങ്കിൽ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ കിടക്കുന്നത്. കാരണം ഈ മോഹങ്ങളും പ്രത്യാശകളെല്ലാം ഈ ലോകത്തിൽ നിൽക്കുന്നത് കൊണ്ട്, ഈ പ്രാർത്ഥനകളെല്ലാം ഈ ലോകത്തിലെ ഡെലിവറൻസിലേക്ക് ഫോക്കസ് ആകുന്നത് കൊണ്ട് ഒത്തിരി നിരാശകൾ ഈ പ്രാർത്ഥനയുടെ പുറകെ ഉണ്ടാകുന്നുണ്ട്. The residual effect of man-centric, self-centric prayers are devastating. അനേകം ആൾക്കാരുടെ പ്രാർത്ഥനകൾ കേൾക്കാതെ വരുമ്പോൾ അവർ നിരാശരായി പോകുന്നു. ഞങ്ങളുടെ എറണാകുളത്ത് അടുത്തുള്ളൊരു വീട്ടിൽ ഒരു പ്രോഫറ്റിൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസറും. അപ്പോൾ അവരെല്ലാവരും പറയും, നിന്റെ ദൈവം വിശ്വസിച്ചാൽ സൗഖ്യമാക്കും. അപ്പോൾ ഇവർ കുറേ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. അവരുടെ വിശ്വാസം പോരാഞ്ഞിട്ട് പ്രത്യേക ആൾക്കാരെ വിളിച്ചു പ്രാർത്ഥിപ്പിച്ചു. പക്ഷെ അവസാനം അവരെ മരിച്ചു. ഈ മരിക്കുന്ന സമയമായപ്പോഴേക്കും അവരുടെ വിശ്വാസം മുഴുവൻ തകർന്നിരുന്നു. കാരണം ദൈവം എന്നെ സൗഖ്യമാക്കാത്തത് എൻ്റെ വിശ്വാസം പോരാഞ്ഞിട്ടോ എൻ്റെ അപര്യാപ്തതകൾ നിമിത്തവും ദൈവത്തിന് എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്നെ ശപിച്ചിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് നിലവിളിച്ചാണ് ആ സഹോദരി മരിച്ചത്. ഈ ലോകത്തിൽ വാഗ്ദത്തങ്ങൾ നൽകുന്ന പ്രാർത്ഥനകൾ കൊണ്ട് പലപ്പോഴും ഉണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറയുന്നത്
ചില വാഗ്ദത്തങ്ങളിൽ നമ്മൾ പിടിച്ചു തൂങ്ങുകയും അത് ദൈവം തന്നതല്ല എന്ന് അവസാനം മനസ്സിലാവുകയും ചെയ്യുമ്പം ജീവിതത്തിൽ മുഴുവൻ ഒരു നിരാശയും കർത്താവ് എന്നെ കൈവിട്ടു എന്നുള്ളൊരു ഫീലിങ്ങും നമ്മളിങ്ങ് പ്രാർത്ഥിച്ചിട്ട് പോന്നു കഴിയുമ്പോൾ അവർക്ക് അവശേഷിപ്പിച്ചിട്ടാണ് പോരുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഖത്തറിൽ എന്നുള്ളൊരു കുടുംബം എന്നെ ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ വിളിച്ച്, എന്നെ അറിയാവുന്നൊരു ഫാമിലിയാണ്. അവരുടെ ചർച്ചിൽ ഒരു സഹോദരി ക്യാൻസർ 4th സ്റ്റേജിൽ പാലിയേറ്റീവ് കെയറിലാണ്. അപ്പോൾ ഇവരുടെ പാസ്റ്ററുമായിട്ട് ഈ സഹോദരിയെ കാണാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ പാസ്റ്ററോട് ഈ സഹോദരി ചോദിച്ചു, ഈ മരണശയ്യയിൽ കിടക്കുന്ന ഈ സഹോദരി ശരിക്കും നല്ല വിശ്വാസത്തിൽ തന്നെയാണോ? അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, നല്ല വിശ്വാസത്തിലാണ്, നല്ല ധൈര്യത്തിലാണ്, ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഇപ്പോൾ ഇവർ ചെന്നിട്ട് പറഞ്ഞു, സഹോദരി, നമ്മളിൽ ആരാണ് ആദ്യം കർത്താവിൻ്റെ അടുത്ത് ചെല്ലുന്നതെന്ന് അറിയില്ല. കാരണം തിരിച്ചു പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാലും എനിക്ക് കർത്താവിൻ്റെ അടുത്ത് പെട്ടെന്ന് പോകേണ്ടി വരും. ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാൽ മതി, ഒരു നിമിഷം മതി. അതുകൊണ്ട് ഇവിടെ എത്ര നാൾ ജീവിച്ചു എന്നുള്ളതിനേക്കാളും നമ്മൾ കർത്താവിൻ്റെ അടുത്ത് പോകുമെന്നുള്ള ആ വാഗ്ദത്തമാണ് ഏറ്റവും വലുത്. ആ പ്രത്യാശയേക്കാൾ വലുതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ദൈവം നൽകിയ പ്രത്യാശയിൽ സന്തോഷിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഈ പാസ്റ്റർ ഈ സഹോദരിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ അവരുടെ ഉള്ള വിശ്വാസം കൂടെ ഇല്ലാതാക്കുകയാണോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹോദരി വിചാരിക്കുന്നത് ഇപ്പോൾ എനിക്ക് സൗഖ്യമാവുന്നതാണ്. പാസ്റ്റർ അങ്ങനെ പറഞ്ഞേക്കുന്നത്. സൗഖ്യമായില്ലെങ്കിൽ എത്രയോ ഏരിയാസിൽ നമ്മൾ ദൈവത്തിൻ്റെ വില്ലറിയാതെ നമ്മൾ ഫാൾസ് പ്രോമിസസ് കൊടുത്തിട്ട് നിങ്ങളുടെ മകൻ നിങ്ങളുടെ മക്കളെ അഭിവൃദ്ധിപ്പെടാൻ പോകുന്നു, നിങ്ങൾക്ക് വലിയ അത്ഭുതം സംഭവിക്കാം, നിങ്ങൾ ഉയർത്താൻ പോകുന്നു, ഇതൊക്കെ കേട്ടിട്ട് അങ്ങനെ നടന്നില്ലെങ്കിലത്തുള്ള അവസ്ഥ എന്താണ്? അപ്പോൾ പ്രാർത്ഥന എങ്ങനെയാണ്? നിരാശപ്പെടുത്തുന്ന പ്രാർത്ഥനകളും വാഗ്ദത്തങ്ങളും. അതുണ്ടാകാനുള്ള കാരണം നമ്മുടെ പ്രാർത്ഥനയുടെ ഫോക്കസ് ഈ ഭൂമിയിലുള്ള വിക്ടറിയിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ഈ ഭൂമിയിലുള്ള വിക്ടറികൾ, അതായത് നമുക്ക് എക്സാമിനേഷനിലുള്ള ജയം, അല്ലെങ്കിൽ കുടുംബജീവിതത്തിലുള്ള ജയം, അല്ലെങ്കിൽ ജോലിയിലുള്ള ജയം, ഇങ്ങനെയുള്ള ഈ ലോകത്തിലുള്ള വിക്ടറികൾ എന്ന് പറയുന്നത് വിശ്വാസം നോക്കി അല്ല ദൈവം കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഈ ലോകത്തിൽ വിടുതൽ കിട്ടുന്നത് വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്കും കിട്ടുന്നുണ്ട്. ജോലി കിട്ടുന്നതെല്ലാം വിശ്വാസികൾക്കാണോ? ആണോ? ഒട്ടും പ്രാർത്ഥിക്കാതെ ദൈവത്തെ തെറിയും പറഞ്ഞ് കള്ളൊന്നും കുടിച്ച് നടക്കുന്ന എത്രയോ പേര് നമ്മുടെ മുമ്പിൽ ജോലിക്കാരാകുന്നു, IAS എഴുതി പാസ്സാകുന്നു, വലിയ ഉദ്യോഗങ്ങൾ വഹിക്കുന്നു, പൈസ വാരി എറിയുന്നു. നമ്മൾ പ്രാർത്ഥിച്ച പോലെല്ലാം നമ്മൾ സമ്പന്നരും വിദ്യാഭ്യാസമുള്ളവരായി മാറുകയായിരുന്നെങ്കിൽ ഇന്ത്യ മുഴുവൻ നമ്മൾ പണ്ടേ കീഴടക്കിയാണ്. അപ്പോൾ ദൈവം സമ്പത്ത് അദാനിക്ക് കൊടുത്തതും അംബാനിക്ക് കൊടുത്തതും അവർ പ്രാർത്ഥിച്ചതുകൊണ്ടല്ല. നമ്മൾ പ്രാർത്ഥിച്ചാൽ അംബാനിയെ പോലെ അദാനിയെ പോലെ ആകാനും പറ്റുമോ? ഇന്നും നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന കാര്യം എന്താ? ദൈവത്താൽ അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ? ദൈവത്താൽ അസാധ്യമായതൊന്നും ഇല്ലെങ്കിലും ദൈവം ഞാൻ ചെയ്യൂല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ വില്ലെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഈ വില്ലനുസരിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതും പ്രാർത്ഥന ഫലവത്താവുക എന്ന് പറയുന്നത്, ആശ്വാസമായി മാറുക എന്ന് പറയുന്നതും അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മിനിസ്ട്രി ഓഫ് പ്രേയിങ് ആൻഡ് ഇൻ്റർസീഡിങ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇൻ്റർസെഷനെ കുറിച്ച് 1-2 വാക്കിൽ, പ്രെയർ ആൻഡ് ഇൻ്റർസെഷൻ ആർ 2 ഡിഫറെൻറ്റ് തിങ്സ്. ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ദേഷ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാനത് പ്രശ്നമാക്കുന്നില്ല. ഇൻ്റർസെഷൻ എന്നുള്ള വാക്ക് പുതിയ നിയമത്തിൽ മനുഷ്യർ ചെയ്യുന്നതായിട്ട് ഉപയോഗിക്കുന്നത് രാജാക്കന്മാർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മധ്യസ്ഥത അണയ്ക്കുവിൻ എന്നുള്ളൊരു വാക്കിൽ മാത്രമാണ്. ഒരു വിശ്വാസിക്ക് വേണ്ടി വേറൊരു വിശ്വാസി മധ്യസ്ഥത അണയ്ക്കുന്നില്ല. ഈ മധ്യസ്ഥത എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പാസ്റ്റർക്ക് വേണ്ടി ഞാൻ പാസ്റ്ററിനും ദൈവത്തിനും ഇടയിൽ നിന്ന്, അതാണ് മധ്യസ്ഥൻ. അപ്പോൾ മധ്യസ്ഥൻ എന്താ ചെയ്യുന്നത്? മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മധ്യസ്ഥൻ്റെ പ്രാർത്ഥന. അപ്പോൾ നിങ്ങളുടെ വിഷയം ഞാൻ എടുത്തുകൊണ്ട് വന്ന് ദൈവത്തിൻ്റെ അടുത്ത് ചെന്നിട്ട്, കർത്താവെ, പാസ്റ്റർ പേരെന്താ? ബിബിൻ. പാസ്റ്റർ ബിബിൻ ഒരു ഇഷ്യൂ ഉണ്ട്, കർത്താവെ നീ അത് കേൾക്കണമെന്ന് ഞാൻ മധ്യത്തിൽ നിന്ന് പറയുന്നതിനെയാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്നാൽ ശരിക്കും ഞാൻ അങ്ങനെയല്ല പുതിയ നിയമത്തിൽ പ്രാർത്ഥിക്കേണ്ടത്. ഇടയ്ക്ക് നിന്നല്ല, കൂടെ നിന്നാണ്. പുതിയ നിയമത്തിലെ പ്രാർത്ഥനകളെല്ലാം ഒന്നിച്ച് ചേർന്ന്, ഒരാൾ ഇടിവിൽ നിന്നുകൊണ്ടല്ല. കാരണം ഒരു മധ്യസ്ഥനേ ഉള്ളൂ.
അപ്പോൾ ഞാനൊരു സഭയായിട്ട് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സഭ ഒരുമിച്ചാണ്. അവിടെ ആരും മധ്യസ്ഥന്മാരില്ല, മധ്യസ്ഥൻ ആര് മാത്രമേ ഉള്ളൂ? അത് സമ്മതിക്കാൻ പറ്റുമോ? മധ്യസ്ഥൻ ആര് മാത്രമേ ഉള്ളൂ? കത്തോലിക്കർക്ക് മരിച്ചുപോയ മധ്യസ്ഥന്മാരാണുള്ളത് മൊത്തം. അവരെല്ലാം കണ്ണാടിക്കൂടിനകത്താണ്, വലിയ ഉപദ്രവമില്ല. നമ്മൾ 5 രൂപ 10 രൂപ ഇട്ടാൽ അവർ പ്രാർത്ഥിച്ച് കിട്ടിയാൽ കിട്ടി. പക്ഷേ പെന്തക്കോസ്തുകാരുടെ മധ്യസ്ഥന്മാരെല്ലാം ജീവനുള്ളവരാണ്. അവർ 5 രൂപ 10 രൂപയിൽ നിൽക്കുന്നവരല്ല. കാരണം ഞാൻ പ്രാർത്ഥിച്ചത് നടക്കാത്ത കാര്യം യേശുക്രിസ്തുവിന്റെ നാമനിമിത്തം ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ എനിക്ക് കാര്യം സാധിച്ച് കിട്ടുന്നില്ല. അപ്പം ഞാൻ പറയുന്നത് തങ്ക് ബ്രദറിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാം. അപ്പം പുള്ളി പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്നു. അപ്പം ശരിക്കും എൻ്റെ മധ്യസ്ഥനാരാ? മധ്യസ്ഥൻ തങ്ക് ബ്രദർ. കർത്താവുന്ന മധ്യസ്ഥനെ കൊണ്ട് ഒരു പ്രയോജനമുണ്ട്. എത്ര നാൾ ഞാൻ പ്രാർത്ഥിച്ചെന്നറിയോ? അപ്പോൾ ഒരു പവറുള്ള പ്രാർത്ഥനാ വീരൻ അല്ലെങ്കിൽ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മധ്യസ്ഥൻ, അവരെ നമ്മൾ അഭിഷിക്തൻ എന്നുള്ള ഓമന പേരിട്ട് വിളിക്കാറുണ്ട്. അവർ പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്നു. അപ്പോൾ അതിനർത്ഥം കത്തോലിക്കരുടെ പുണ്യാളന്മാർ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് ക്രിസ്തുവിൻ്റെ അടുത്ത് പറഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങൾ കത്തോലിക്കരുടെ മരിച്ചുപോയ പുണ്യാളന്മാർ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ജീവനുള്ള പുണ്യാളന്മാർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്വസ്ഥമായിട്ടിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ ഇത് ആലോചിച്ചോ. ഇപ്പം ആലോചിച്ച് നിങ്ങൾ എന്നോട് പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പം ഈ പ്രാർത്ഥിക്കുന്നവരുടെ ഫീലിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും അവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതിനേക്കാളും ഞങ്ങൾ മധ്യസ്ഥരായി നിൽക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥിക്കുന്നവർക്ക് പിന്നെ ഭയങ്കര അധികാരം. ഈ പാസ്റ്റർമാർ കളിക്കുന്ന അധികാരം മുഴുവൻ അവിടെ അതേലാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുണ്ട് പാസ്റ്റർ ഇല്ലെങ്കിൽ എന്നാണ് ചോദിക്കുന്നത്. കാരണം ഒരു ചർച്ചിലെ സകലവിധ വിഷയങ്ങളും പാസ്റ്ററുടെ തലയിലാണ്. ഈ പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോഴാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പൊ ചില പാസ്റ്റർമാർ നമുക്ക് വിശ്വാസമില്ലാത്തതിന്റെ ഇഷ്ടമില്ലാത്തതിന്റെ കാരണം അവർ പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കുന്നില്ല. ഇനി നമ്മൾ അഭിഷിക്തൻ എന്നുള്ളൊരു വാക്കുകൂടെ ഒന്ന് വിശദീകരിക്കാം. പുതിയ നിയമത്തിൽ അഭിഷിക്തൻ എന്ന് വിളിച്ചിട്ടുള്ള ഒരു ശുശ്രൂഷകന്റെ പേര് പറയാം. പൗലോസിനെ എവിടെയെങ്കിലും അഭിഷിക്തൻ എന്ന് വിളിച്ചിട്ടുണ്ടോ? പത്രോസിനെ വിളിച്ചിട്ടുണ്ടോ? അഭിഷിക്തൻ എന്നുള്ളതിന്റെ പഴയ നിയമത്തിൽ നമുക്ക് 3 വ്യക്തമായ അഭിഷേകങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, പുരോഹിതൻ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥൻ. കാരണം എന്താണ്? പഴയ നിയമത്തിൽ ഒത്തിരി മധ്യസ്ഥന്മാരുണ്ട്. കാരണം മനുഷ്യർക്ക് ദൈവമായിട്ട് ബന്ധമില്ല. ഒരു വലിയ ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പിൽ ഒരു മനുഷ്യന്റെ പാപങ്ങൾ മോചിക്കപ്പെടുന്നതിന് മഹാപുരോഹിതൻ ശുശ്രൂഷ ചെയ്ത് ദൈവവുമായിട്ട് അവനെ കണക്ട് ചെയ്യണം. ഒരു മധ്യസ്ഥനുണ്ട്. അതുപോലെ പ്രോഫറ്റ് എന്തിനാണ്? രാജാവായിട്ട് പോലും രാജാവിന് അറിയാൻ മേല യുദ്ധം ചെയ്യണോ വേണ്ടതെന്ന്. കാരണം ദൈവത്തിന്റെ ശബ്ദം ആത്മാവിലില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു മധ്യസ്ഥൻ ഇങ്ങോട്ട് വന്ന് പ്രൊഫസൈ ചെയ്യണം. പിന്നെ ദൈവത്തിന്റെ ഇഷ്ടം എങ്ങനെയാണ് ഒരു രാജ്യം നടപ്പാകേണ്ടതെന്ന് അറിയാനുള്ള വിവേചനം എല്ലാവർക്കും ഇല്ല. ആത്മാവില്ലാത്തതുകൊണ്ട് അവിടെ രാജാവ് എന്നൊരു അഭിഷിക്തൻ കൂടെ ഉണ്ട്. ഈ 3 അഭിഷിക്തന്മാർ കൂടിയാണ് പഴയ നിയമത്തിലെ ജനത്തെ നയിച്ചുകൊണ്ടിരുന്നത്. ഈ 3 നിഴലുകളാണ്. ആരുടെ നിഴലുകളാണ്? ക്രിസ്തുവിന്റെ നിഴലുകളാണ്. ഇന്ന് രാജകീയ അഭിഷേകവും പ്രവാചക അഭിഷേകവും പുരോഹിത അഭിഷേകവും ഏക പുരോഹിതനായ ഏക രാജാവായ യേശു ക്രിസ്തുവിൽ മാത്രമാണ്. അഭിഷിക്തൻ എന്നുള്ള വാക്കിന്റെ ഗ്രീക്ക് ക്രിസ്റ്റോസ് എന്നും അഭിഷിക്തൻ എന്നുള്ള വാക്കിന്റെ എബ്രായ പദം മെസിഹ എന്നുമാണ്. നമ്മളൊരു മനുഷ്യനെ അഭിഷിക്തൻ എന്ന് വിളിക്കുമ്പം നമ്മൾ ശരിക്കും വിളിക്കുന്ന മിശിഹ ഇവിടെ ഇരിപ്പുണ്ടെന്നാണ്. That's taking too much of a claim that does not belong to me. ഞാനൊരു മധ്യസ്ഥനായി നിൽക്കുമ്പോഴും ഞാനൊരു അഭിഷിക്തനായി നിൽക്കുമ്പോഴും എനിക്കില്ലാത്ത അവകാശവാദങ്ങൾ ഞാൻ എടുക്കുകയാണ്. നല്ല ദേഷ്യം വരുന്നില്ലേ? അപ്പോൾ നമുക്ക് അഭിഷേകമുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അത് 1 യോഹന്നാൻ 2:27 പറയുന്നുണ്ട്. ക്രിസ്തുവിനാൽ പ്രാപിച്ച അഭിഷേകം, അവനാൽ പ്രാപിച്ച അഭിഷേകം. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു എന്ന തലയുടെ മേൽ വീഴുന്ന ആ അഭിഷേകം ക്രിസ്തുവിന്റെ ശരീരമായ ഓരോ അവയവങ്ങളിലും അഭിഷേകമുണ്ട്. അതുകൊണ്ട് ഞാനൊക്കെ യാക്കോബാപ്പള്ളി ഇട്ടിട്ട് പോരുമ്പം എന്നോട് ഇവരൊക്കെ പറഞ്ഞ എന്നാന്നറിയാം, നമുക്ക് മധ്യസ്ഥന്മാരൊന്നുമില്ല, നമ്മളെല്ലാവരും കർത്താവിൻ്റെ മുമ്പിൽ ഒരുപോലെയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ടുവന്നു. പിന്നെ മനസ്സിലായി ഇതിനകത്ത് പല 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 ഗ്രേഡുകളാണ്. ദേഷ്യം വരുന്നില്ല?
അപ്പം ഞാൻ എന്നോട് പ്രാർത്ഥിക്കാൻ വരുന്ന ആൾക്കാരോട് പറയും, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടിയും കൂടെ. കാരണം ഞാൻ നോക്കിയിട്ട് ഈ പുതിയ വിശ്വാസികൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്ന സ്പീഡിൽ ഞാനൊന്നും പ്രാർത്ഥിച്ചിട്ട് കേൾക്കുന്നില്ല. ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ പുതുതായിട്ട് വിശ്വാസിയോട് വേണ്ടി ഭയങ്കര തലവേദന, കർത്താവ് എന്നെ സഹായിക്കണമെന്ന് പറയുമ്പോൾ കർത്താവ് പറയും, ശരി, അതിൻ്റെ തലവേദന മാറ്റി. ഇപ്പം എന്നാ പറയുന്നറിയോ, കുറച്ചൊക്കെ സഹിക്കടാ, നീ ഇത്രയും വലുതായില്ലെന്ന് ചോദിക്കും. കാരണം ഈ ചെറുപ്പത്തിലെ പിള്ളേർ ചോക്ലേറ്റ് മേടിക്കുമ്പോൾ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പോലെ പ്രായമായ പിള്ളേർ ചോദിച്ചാൽ കൊടുക്കുമോ? നമ്മൾ വളർന്നു വരുന്നതനുസരിച്ച് ദൈവം എന്താ ചെയ്യുന്നത്? നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് അതിൽ സ്തോത്രം ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ ഏത് സാഹചര്യം വന്നാലും അതിൽ സ്തോത്രം ചെയ്യാനും, ഏത് സാഹചര്യം വന്നാലും അതിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനും നമ്മൾ പ്രായമാവും തോറും നമ്മൾ പ്രാർത്ഥനയിൽ വളരുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നമ്മൾ എപ്പോഴും കുഞ്ഞു പിള്ളേരെ പോലെ എനിക്ക് തന്നേ പറ്റൂ, എനിക്കിപ്പോൾ വേണമെന്ന് പറഞ്ഞ് കരയാൻ പറ്റില്ല. വി നീഡ് ടു ഗ്രോ അപ്പ്. പിള്ളേരെങ്ങനെയാ കരയുന്നത്? ഇപ്പം കിട്ടണം, ഇപ്പം കിട്ടിയില്ലെങ്കിൽ അങ്ങനെയല്ലേ കുഞ്ഞു പിള്ളേർ? ഞാനങ്ങനെയൊക്കെ ആയിരുന്നു. കുറച്ചുകൂടെ പ്രായം പറയും, പറ്റുമെങ്കിൽ താ. കർത്താവിനോട് പറയും, കർത്താവ് നിന്റെ ഇഷ്ടമാണെങ്കിൽ താ. അത് പ്രാർത്ഥനയുടെ വളർച്ചയാണ്. കുറച്ച് ആദ്യമൊക്കെ എൻ്റെ ഇഷ്ടം സാധിപ്പിച്ച് അടങ്ങുള്ളൂ. കർത്താവിനെ എൻ്റെ ബിസിനസ്സിനകത്ത് ഇറക്കി എനിക്ക് ജയിച്ചേ പറ്റൂ. പക്ഷെ കർത്താവ് പറയും, എൻ്റെ ബിസിനസ്സിലോട്ട് നീയാണ് വരേണ്ടത്. സമ്മതിക്കില്ല. കുറെ കഴിയുമ്പോൾ ഞാൻ പറയും, കർത്താവ് നിന്റെ ഇഷ്ടമാണ് നടക്കട്ടെ. അതൊരിത്തിരി വളർന്നതിൻ്റെ അർത്ഥം. കുറേയും കൂടെ വളരുമ്പോൾ പറയും, കർത്താവെ എൻ്റെ ഇഷ്ടം നടക്കല്ലേ, എൻ്റെ ഇഷ്ടം എന്തെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് കളഞ്ഞേക്ക്. കാരണം അത് എന്തായാലും ഈ സിറ്റുവേഷനെ വഷളാക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയുടെ വളർച്ച എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിച്ച് ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്താണെന്നും ക്രിസ്തു ആരാണെന്നും നമുക്ക് മനസ്സിലായി വരുന്നതനുസരിച്ച് നമ്മുടെ പ്രാർത്ഥനയിലൂടെ കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന ആ യഥാർത്ഥ ആനന്ദത്തിലേക്ക് പോകാൻ, നമുക്ക് ആ പ്ലാനിലേക്ക് പോകാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ആര് പ്രാർത്ഥിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മാവിൻ്റെ ജീവനുള്ള എല്ലാ മനുഷ്യരും അവരുടെ പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കാരണം പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കോൺവെർസേഷനാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുക. പ്രത്യേകിച്ച് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എങ്ങനെയാണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം, കാത്തലിക് പറയുന്ന അല്ലെ, നമുക്ക് അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാ? എൻ്റെ ഇഷ്ടം നടക്കാതെ, എൻ്റെ രാജ്യം വലുതാകാതെ, എൻ്റെ രാജ്യം ഇല്ലാതായി കർത്താവെ നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിൽ എങ്ങനെ നടക്കുന്നോ അതേ സ്പീഡിൽ എൻ്റെ ജീവിതത്തിൽ ഒരു തടസ്സവും ഇല്ലാതെ നടക്കണമേ. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളെ എങ്ങോട്ടാണ് നയിക്കുന്നത്? പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളെ നയിക്കുന്നത് ക്രിസ്തുവിലേക്കാണ്, അല്ലാതെ നമ്മുടെ സക്സസിലേക്കല്ല. ഈ ഒരു പ്രത്യേകത കാരണമാണ് ഇന്ന് പ്രാർത്ഥനയിൽ ഭയങ്കരമായ നിരാശകൾ ഉണ്ടാകുന്നത്. ഞങ്ങളുടെ സഭയിൽ എല്ലാ ദിവസവും പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. അത് പല ഇതുപോലെ ഓൺലൈൻ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ഈ ഓൺലൈൻ പ്രാർത്ഥനകൾ നടക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അതായത് ദൈവത്തിൻ്റെ വചനങ്ങൾ കോട്ട് ചെയ്താണ്. 90ഓളം പേപ്പറുകളാണ് ഒരു ദിവസം എഡിറ്റ് ചെയ്യുന്നത്, പ്രാർത്ഥനാ വിഷയങ്ങൾ. ഇതൊരു A4 സൈസ് പേപ്പറിനകത്തോട്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതിയാൽ അതിൻ്റെ 90% ഭാഗവും ആത്മീക വിഷയങ്ങൾ മാത്രമാണ്. ഉദാഹരണത്തിന്, എപ്പോഴും സന്തോഷിപ്പിക്കുന്ന ഒരു വാക്യം ഉണ്ടെങ്കിൽ ആ സന്തോഷം ഞങ്ങൾക്ക് നൽകാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. വചനം എടുത്തു കഴിഞ്ഞാൽ മുഴുവൻ പ്രാർത്ഥനകളാണ്. അതിനെ ബേസ് ചെയ്ത് പ്രാർത്ഥിക്കും. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് അനുരൂപരാക്കുന്നതിന് വേണ്ടി, എല്ലാവരെയും ക്രിസ്തുവിൻ്റെ തലയോളം വളർത്തുന്നതിന് വേണ്ടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥന വിഷയം ആയിക്കഴിഞ്ഞു. കാരണം നമ്മുടെ ഉള്ളിലേക്ക് അങ്ങനെ ആകാനുള്ളൊരു ബേർഡൻ നമ്മുടെ ഉള്ളിലേക്ക് തരികയാണ്. മനസ്സിലായി ഞാൻ പറയുന്നത്? അപ്പോൾ ശരിക്കും പ്രെയർ എന്ന് പറയുന്നത് കർത്താവ് തന്നിരിക്കുന്ന വചനങ്ങളെ ബേസ് ചെയ്ത്, നമ്മൾ ഈ പുതിയ നിയമത്തിലെ ചില പ്രാർത്ഥനകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇതിനകത്ത് ക്ലാരിറ്റി ഉണ്ടാകും. അപ്പോൾ ചില പ്രാർത്ഥനകൾ അവിടെ വെച്ചിട്ടുണ്ട്, ചില ആരാധനകൾ, ചില പ്രാർത്ഥനകൾ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പുതിയ നിയമത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പലരും എന്നോട് ചോദിക്കുമായിരിക്കും, അങ്ങനെയാണെങ്കിൽ നമുക്കൊരാവശ്യം വന്നാൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലേ സഹോദരൻ ചോദിക്കുമായിരിക്കും. അങ്ങനെ ചോദിച്ച ഒത്തിരി ആൾക്കാരുണ്ട്. അതിന് മറുപടി ഉണ്ട്. ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഉദ്ദേശം, ഈ ഫിലിപ്പി ലേഖനം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി
ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തെ അറിയിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാ? സകല ബുദ്ധിയും കവിയുന്ന. അപ്പൊ കാര്യം നടക്കണമെന്നില്ല. ഇപ്പൊ എനിക്കൊരു വലിയ വിഷയമുണ്ട്. ഈ വിഷയം ദൈവത്തിന് മുമ്പിലേക്ക് വെക്കുക. എങ്ങനെ വെക്കുന്നത്? സ്തോത്രത്തോടു കൂടി. മറുപടി എന്താ? സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്. അപ്പൊ ആൾക്കാർ ചോദിക്കണം, നിന്റെ പ്രാർത്ഥനാ വിഷയം നടന്നോ? ഇല്ല. പിന്നെ എന്തിനാ സന്തോഷിച്ച് നടക്കുന്നത്? ബുദ്ധിയെ കവിയുന്ന ഒരു സമാധാനം എനിക്ക് ദൈവം. അപ്പോൾ ചിലപ്പോൾ ദൈവം പ്രാർത്ഥന അതുപോലെ തന്നെ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ തരികയും ചെയ്യും. അതൊക്കെ ദൈവത്തിന്റെ പരമാധികാരത്തിൽ പെടുന്ന കാര്യമാണ്. ചിലപ്പോൾ ആശ്വാസം. പക്ഷെ എപ്പോഴും പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം നമ്മളെ ആത്മീകമായിട്ട് വളർത്തുന്ന, ക്രിസ്തുവിനെ പോലെ നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ഈ പ്രാർത്ഥനകൾ വഴിതെറ്റിപ്പോയപ്പോൾ സഭകൾ മുഴുവൻ വഴിതെറ്റിപ്പോയി. നിങ്ങൾക്കറിയാവോ അത്? ഇന്ന് ഏത് സഭയിൽ ചെന്നാലും ഒറ്റ വിഷയമുള്ളൂ: നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവം. കർത്താവ് ഇറങ്ങി വന്ന് ഈ വിഷയങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ 12 വിഷയം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം വിഷയങ്ങളുടെ ബഹളം. എപ്പോഴും വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ദൈവം. അത് കേട്ടാലേ നമ്മൾ ആരാധിക്കുള്ളൂ. കർത്താവ് വരാൻ പോകുമെന്ന് പറഞ്ഞാലോ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചെന്ന് പറഞ്ഞാലോ ആരും അനങ്ങത്തില്ല. നിങ്ങൾ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആരും അനങ്ങത്തില്ല. അനങ്ങണമെങ്കിൽ ഇവിടെ നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരണം. പ്രിയ സഹോദരങ്ങളെ, ലോകത്തിലുള്ള എല്ലാ മതങ്ങളുടെയും ഒരു കോമൺ ഫാക്ടറാണ് വിഷയങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ഹിന്ദുക്കൾ എന്തിനാ അമ്പലത്തിൽ പോകും? വിഷയങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന ആളുള്ളതുകൊണ്ടാ. മുസ്ലിങ്ങൾ എന്തിനാ അവിടെ ഇവിടെയൊക്കെ പോകുന്നു പ്രാർത്ഥിക്കുന്നു? വിഷയങ്ങളുടെ മേൽ പ്രവർത്തിക്കണം. കത്തോലിക്കർ എന്തിനാ വേളാങ്കണ്ണിക്ക് പോകുന്നു? അവർക്ക് വിഷയങ്ങളുണ്ട്. അപ്പോ റോമാലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്ന ദൈവത്തിന്റെ രണ്ട് സ്വഭാവങ്ങൾ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. എന്തൊക്കെയത്? അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായുള്ള അവന്റെ 2 അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ ആത്മാവിലല്ല, അത് വരുന്നത് ബുദ്ധിയിലാണ്. അപ്പൊ ബുദ്ധിയിൽ ദൈവത്തിനെ മനസ്സിലാക്കാൻ 2 കാര്യങ്ങൾ പ്രപഞ്ചത്തിൽ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ദൈവം ഭയങ്കര ശക്തിയുള്ള ദൈവമാണ്. മറ്റൊന്ന്, അവൻ ദിവ്യ സ്വഭാവമുള്ളവനാണ്. ഈ 2 റെവലേഷൻ കൊണ്ടാണ് ലോകത്തിലെ എല്ലാ മതങ്ങളും നടക്കുന്നത്. ശരിയല്ലേ? വിഘ്നങ്ങൾ മാറ്റുന്ന ദൈവം, ഐശ്വര്യം കൊണ്ടുവരുന്ന ദൈവം, രോഗം മാറ്റുന്ന ദൈവം, എല്ലാ മതങ്ങളിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ എല്ലാവരും ഒരേ വിശ്വാസികളല്ലേ? അവർ വിശ്വസിക്കുന്നതിനല്ലേ നമ്മളും വിശ്വസിക്കുന്നത്. എന്താണ് ഈ ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്? എന്താണ് ഇതിനകത്ത് ഡിഫറൻസ്? ഇതിനകത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതും ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നെങ്കിലും ദിസ് ഈസ് ദ പവർ ഓഫ് ഗോഡ് ഫോർ സാൽവേഷൻ. രക്ഷയ്ക്കായുള്ള ദൈവശക്തി എന്ന് പറഞ്ഞൊരു സാധനം ഇതിനകത്തുണ്ട്. റോമാലേഖനം 1:16 പറയുന്നത് ഇനി സുവിശേഷത്തെക്കുറിച്ച് എനിക്ക്. അപ്പൊ ദൈവത്തിന്റെ പവർ എന്ന് പറയുന്നത് എന്താണ് സാധനം? ഈ പ്രാർത്ഥനയോട് നമുക്ക് ലഭിക്കുന്ന എന്താണ് ഈ പവർ? അപ്പോൾ ദൈവത്തിന്റെ ആ ശക്തി എന്ന് പറയുന്നത്, പവർ എന്ന് പറയുന്നത് എങ്ങനെയാണ് പുതിയ നിയമത്തിലൂടെ കാണിച്ചിരിക്കുന്നത്? എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. അടുത്ത വാക്യം എന്താ? വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. അപ്പോൾ രക്ഷയ്ക്കായുള്ള ദൈവശക്തി യഹൂദനും യവനനും. അതുകൊണ്ട് എനിക്ക് നാണമില്ല ഇതും പറഞ്ഞുകൊണ്ട് നടക്കാൻ എന്നാണ് പൗലോസ് പറയുന്നത്. കാരണം ഈ യഹൂദന്മാരുടെ കയ്യിൽ ന്യായപ്രമാണമുണ്ട്. ഈ ന്യായപ്രമാണം കൊണ്ട് യഹൂദന് പോലും രക്ഷയില്ല. എന്തുകൊണ്ടാണ് ന്യായപ്രമാണം കൊണ്ട് യഹൂദന് രക്ഷയില്ലാതാകുന്നത്? കാരണം ന്യായപ്രമാണം അനുസരിച്ച് എന്നുള്ളതിനാൽ ഒരാൾ നീതിമാൻ ആകുന്നില്ല. എന്തുകൊണ്ടാകുന്നില്ല? ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 10% ദശാംശം ഇടുന്നവരായിരിക്കും ഇവിടെ ഇരിക്കുന്ന വലിയൊരു പങ്കാൾക്കാരും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ 10% ദശാംശം ഇടുന്നയാൾ ദാനധർമ്മിയായി മാറുന്നുണ്ടോ? ധനത്തോടുള്ള മോഹം പോകുന്നുണ്ടോ? ഈ 10% അങ്ങോട്ട് കൊണ്ടിടുമ്പോൾ മനസ്സിൽ എന്തായിരിക്കും പോകുന്നത്? ചുറ്റുമുള്ളവരെ നോക്കും, ഇവർ എത്ര പേരുണ്ട് 10% കൃത്യമായിട്ട് ഇടുന്നത്? ഇതാ ഞാൻ ഇട്ടിരിക്കുന്നു. സെൽഫ് റൈച്ചസ്നെസ്. 2, ഇതിലെങ്ങാനും 1 രൂപ കുറഞ്ഞു പോയാൽ എന്റെ ബിസിനസ് പൊട്ടിക്കുന്ന ഒരു ദൈവം. 3, ഇത് കൃത്യമായിട്ടാൽ ഇത് 100 ഇരട്ടിയായി മടക്കി തരുന്ന ദൈവം. അത്യാഗ്രഹം, ഭയം, പിന്നെന്താ?
സ്വയനീതി, അല്ലേ? ഒരു കൽപ്പന അനുസരിക്കാൻ പോയതാ. എന്ത് പ്രവൃത്തി ചെയ്താലും അതിൻ്റെ ഒരു ഗമ അതിൻ്റെ കൂടെ ഇങ്ങ് പോരും. എന്ത് ചെയ്താലും അതാ കൽപ്പനകളുടെ പ്രശ്നം. നമ്മൾ വിനയം, എന്നെ നടത്തിയ ഒരു സ്പിരിച്വൽ മെന്റർ ഉണ്ടായിരുന്നു എനിക്ക്. അദ്ദേഹം പ്രായമേ മരിച്ചുപോയി. ഭയങ്കര വിനയമായിരുന്നു. അപ്പം ഇദ്ദേഹം ആരെ കണ്ടാലും ഇങ്ങനെ കൈകൂപ്പി സംസാരിക്കുള്ളൂ. ഭയങ്കര. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം വിനയമുള്ളവനായി മാറാൻ വേണ്ടി. അപ്പം ഞാനും ആൾക്കാരെ കാണുമ്പോൾ ഇങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് വിനയമുള്ളവൻ എന്നുള്ളൊരു അഹങ്കാരം ഉണ്ടാകുന്നുണ്ടെന്ന്. അത് ചെയ്യും. കാരണം ഓരോ പ്രവൃത്തി ഞാൻ ചെയ്യുമ്പോഴും ഞാൻ നന്നാകുന്നില്ല, ആന്തരികമായി നന്നാകുന്നില്ല. പേടിച്ചു അല്ലെ നരകത്തിലിടും. ഇപ്പൊ ഏറ്റവും വലിയ പേടി, എന്നെ കർത്താവ് നരകത്തിലിടും. ആ പേടി കാരണം ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ല. ആള് നീതിമാനാണോ? ആണോ അല്ലയോ? ഞാൻ അവനോട് പൊട്ടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സഹോദരനെ ബോഷാന്ന് വിളിച്ചാൽ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അപ്പൊ ഉള്ളിൽ എന്തുണ്ട്? അപ്പൊ ഈ പ്രമാണം എല്ലാം അനുസരിച്ചാലും ഉള്ളത്തെ മാറ്റാൻ ആർക്കും കഴിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും ന്യായപ്രമാണം കൊണ്ട് ഈ അകത്തെ മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റാത്തൊരു നീതിയുടെ വെളിപ്പാട്. ഇപ്പൊ ഞാനിവിടെ നിങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രസംഗം കൊണ്ട് ദൈവത്തിന്റെ നിലവാരം വെച്ച് നോക്കിയാൽ ഞാൻ സീറോയാ. ദൈവത്തിന്റെ നിലവാരം വെച്ച് നോക്കിയാൽ പക്ഷെ ഞാൻ സീറോ അല്ല. കാരണം എൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ക്രിസ്തു ഉണ്ട്. അതെങ്ങനെ എനിക്ക് ഈ ഗ്രേഡ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പം പ്രസംഗിക്കുന്ന പ്രസംഗവും യേശു കർത്താവ് വന്ന് 5000 പേരോട് പ്രസംഗിച്ച പ്രസംഗം ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കാം. അതിന്റെ ഗ്രേഡ് വ്യത്യാസം മനസ്സിലാവും. കർത്താവിന്റെ കാലത്ത് മൈക്രോഫോണും ഇല്ല. ഈ കുഞ്ഞു റൂമിൽ ഈ മൈക്രോഫോൺ വെച്ചാൽ ഞാൻ തട്ടുന്നത്. അന്ന് 5000 പുരുഷന്മാരും അനേകം സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉള്ള ഒരു യോഗത്തിൽ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മൈക്രോഫോണും സ്പീക്കറും ഇല്ലാതെ ഒരാൾ പ്രസംഗിക്കുന്നു. പ്രസംഗിച്ചു കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞാൻ തളർന്ന് എനിക്കൊരു ഗ്ലാസ് വെള്ളം താന്നല്ല. ഇവരെല്ലാം തളർന്ന് വീണു പോകാതിരിക്കുന്നു. പ്രസംഗം കേട്ട് അവര് വീണു പോകലെന്നേ ഉള്ളൂ. കർത്താവ് ഒരിക്കൽ പോലും അവന്റെ സെൽഫിനെ കുറിച്ചോ ഫ്ലഷിനെ കുറിച്ചോ ആലോചിച്ചിട്ടേ ഇല്ല. തളർന്നു എന്നോ മടുത്തു എന്നൊരു പരാതി ഉണ്ടായിട്ടേ ഇല്ല. ഇപ്പൊ ഞാൻ ഈ പ്രസംഗം 1.5 മണിക്കൂർ കഴിഞ്ഞാൽ എനിക്കിതിരി വെള്ളം കുടിക്കണം തോന്നും. എന്നിട്ട് ഞാൻ പറയും 1.5 മണിക്കൂർ ഞാൻ നിർത്താതെ പറയും. കാരണം എൻ്റെ ഉള്ളിൽ ഇത് വരും. ഇപ്പൊ കർത്താവ് എൻ്റെ പ്രവൃത്തി തൂക്കി നോക്കി കർത്താവിന്റെ പ്രവൃത്തിയുടെ നിലവാരം വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു 0യിൽ കൂടുതൽ 1/2 മാർക്കിന് പോലും യോഗ്യതയില്ല. അപ്പൊ കർത്താവ് അവന്റെ നീതിയെ സുവിശേഷത്തിലൂടെ വ്യക്തമാക്കിയപ്പോൾ, പ്രസിദ്ധമാക്കിയപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിലുള്ള സകല മനുഷ്യരും ഒരുപോലെ പാപികൾ എന്ന് പ്രഖ്യാപിക്കാൻ അത് മതിയായിരുന്നു. കാരണം ആരും ക്രിസ്തുവിന്റെ നിലവാരത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട്, അത് പറയുവാൻ ഈ സുവിശേഷം കേൾക്കുന്ന ഉടനെ എന്ത് സംഭവിക്കും? നമ്മുടെ ഉള്ളിൽ ബോധം വരും. ഓ, ഞാൻ അങ്ങനെയല്ല. നിങ്ങൾ സുവിശേഷം ശരിക്കും വായിച്ചു നോക്കി. നമ്മൾ അനുസരിക്കുന്ന ഒരൊറ്റ പ്രമാണം പോലും സുവിശേഷത്തിലില്ല. നിങ്ങളുടെ കണ്ണ് നിങ്ങൾക്ക് ഇടർച്ച വരുത്തിയാൽ ചൂടുന്നെടുത്ത് എറിഞ്ഞ് കളയുവിൻ, കൈവെട്ടിക്കളയുവിൻ. ചെയ്തിട്ടുള്ളവരെല്ലാം കൈവെട്ടിക്കളഞ്ഞവരെങ്ങനെ കൈ പൊക്കും? സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുകയും സ്വത്ത് അവന്റെ അങ്ങോട്ട് അടിച്ചു മാറ്റിയിട്ട് കർത്താവിന് സ്തോത്രം പറയാനിരിക്കുമ്പോഴാണ് 10 രൂപയ്ക്ക് മേടിച്ച സാധനം ഞാൻ 100 രൂപയ്ക്ക് വിട്ടു. കർത്താവ് എനിക്ക് ഇത്ര വലിയ ലാഭം തന്നതിനായി സ്തോത്രം. ഒന്ന് ആലോചിച്ച് നോക്കി അവന്റെ അവസ്ഥ. 10 രൂപയ്ക്ക് നിങ്ങൾക്ക് വിറ്റവന് ഒരു 50 രൂപയിലും കൊണ്ടേ കൊടുക്കണ്ടല്ലേ? പക്ഷെ നമ്മൾ പൈസ കിട്ടിയപ്പോൾ നമ്മൾ സ്തോത്രം, നമ്മൾ മാമോനായി കർത്താവിന് സ്തോത്രം പറയുന്ന ആൾക്കാരാണ്. മാമോനെ തന്ന കർത്താവേ, അപ്പോഴാണ് കർത്താവ് പറയുന്നത് നിങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കും. അതുപോലെ നിങ്ങളോട് ഒരാൾ പുതപ്പെടുത്ത ഉടുപ്പും കൂടെ കൊടുക്കുക. നിങ്ങളുടെ വീട് ആരെങ്കിലും അതിര് മാന്തിയാൽ എടുത്തോ മോനെ എന്ന് പറയുക. അങ്ങനെ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഒരിപ്പുണ്ട് ഒന്ന് കൈവയ്ക്കുമെന്ന് സ്വത്രം. ഇവിടെ ഒരു പറമ്പിന് മുകളിൽ വേറൊരു പറമ്പും ഒരു വീടിന് മുകളിൽ വേറൊരു വീടും കിട്ടിയതിനായിട്ട് നമ്മൾ സ്വത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെ വിടുതലെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ സാധനങ്ങൾ ആരും കൊണ്ടുപോകാതെ, എന്റെ അധ്വാന ഫലം വേറെ ഒരുത്തനും കൊടുക്കാതെ തന്നെ തിന്നാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് ഈ കർത്താവിന്റെ നീതിയിലേക്ക് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് കർത്താവ് ശിഷ്യന്മാർ നടന്ന നടപ്പ്, ജീവിതം, സ്നേഹം, മരണം, ക്രൂശീകരണം, തേജസ്സിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്
ഇന്ന് ഈ സാധനം നമ്മുടെ ഇടയിൽ നിന്ന് പോകാൻ കാരണം ഈ പ്രാർത്ഥന വഴി തെറ്റിപ്പോയതാണ്. ചില അഭിഷിക്തന്മാർ വന്നിട്ട് നീ ഒന്നും മിഷണറി വേലയ്ക്കൊന്നും പോകണ്ട, നിന്നെ കാനഡയിലും UK-യിലും വിടുന്നൊരു ദൈവമുണ്ട്, പിന്നെ എന്തിനാ മിഷണറി വേലയ്ക്ക് പോകുന്നു? ദൈവം എല്ലാ മലയാളികളെയും പിടിച്ച് കാനഡയിലും UK-യിലും വിട്ടാൽ ആര് മിഷണറി ആയിട്ട് പോവും? എന്ത് തോന്നുന്നു? ഈ കർത്താവ് എന്താ നീ കഴിവുള്ളവരെ മിടുക്കന്മാരെല്ലാം ഇങ്ങനെ പഠിക്കുന്നവരെല്ലാം കാനഡയിലോട്ട് UK-യിലോട്ട് വിട്ടിട്ട് എത്രയോ സ്ഥലങ്ങളിൽ സുവിശേഷം കേൾക്കാത്ത ആൾക്കാർ കിട്ടുമ്പോൾ കർത്താവ് എന്താ ഇങ്ങനെ ചെയ്യുന്നത്? കർത്താവിന്റെ ദൂതല്ലേ പ്രവാചകൻ എന്ന് പറയുന്നത്, നിന്നെ കാനഡയിലോട്ട് വിടുന്നു, പറന്നു പോകുന്നു, ആകാശം എന്താ തണുപ്പുള്ള ദേശത്ത് പോകുന്നു, മേഘങ്ങളുടെ പോകുന്നൊക്കെ പറയുന്ന കർത്താവിന്റെ ആലോചനയല്ലേ? ഈ കർത്താവ് എന്താ ഇങ്ങനെ ചെയ്യുന്നത്? സിറിയയിൽ 1% താഴെ ക്രിസ്ത്യൻസ്, ഒരാൾ പോലും അങ്ങോട്ട് പോകുന്നില്ല, പേടിയാ. ഇത് ശരിക്കും ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് ഇവിടെ എല്ലാം മിഷണറിമാരുണ്ട്. കല്യാണം കഴിക്കാത്ത പിള്ളേർ, യങ്സ്റ്റേഴ്സ്, ഞങ്ങൾക്ക് 14ഓളം മിഷണറിമാരുണ്ട്. എല്ലാം എവിടെയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇന്ത്യക്ക് വെളിയിൽ ഇങ്ങനെയുള്ള ഫീൽഡിലുണ്ട്. ഡമാസ്കോസ് പോലുള്ള രാജ്യങ്ങളിൽ ചർച്ചകളുണ്ട്. ഇതെല്ലാം അവർ തുടങ്ങിയ, നമ്മുടെ പിള്ളേർ പോയി തുടങ്ങിയതാ. അവർ കാനഡ എന്നുള്ള ജോലി, 4 ലക്ഷം രൂപ സാലറിയുള്ള വലിയൊരു ജോലി രാജിവെച്ചിട്ടാണ് ഒരു മോൻ ഇറാഖിലേക്ക് സുശേഷയിലേക്ക് പോയത്. കർത്താവിന്റെ ശബ്ദം കേട്ടാൽ ഇതൊക്കെ സംഭവിക്കുള്ളൂ. പക്ഷെ നമ്മൾ കർത്താവിന്റെ ശബ്ദം എന്ന രീതിയിൽ നമ്മൾ കേൾക്കുന്നത് നമ്മുടെ തന്നെ സോളിന്റെ കൊതികളാണ്. ഇത് കൈയടിക്കുമ്പോഴേക്കും നമ്മുടെ തന്നെ സോളിന്റെ ആഗ്രഹങ്ങൾ ദൈവത്തിന്റെ ശബ്ദം എന്ന വിചാരത്തിൽ നമുക്ക് വരിക. ഈ പ്രാർത്ഥനകളെല്ലാം ഇങ്ങനെ ലോകത്തിലേക്ക് ഫോക്കസ് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും സഭയുടെ മുഴുവനോടെയുള്ള ഡയറക്ഷൻ മാറിപ്പോയി. നിങ്ങൾ ആലോചിക്കാൻ മനസ്സിലാവും, ശരിയാണോ? അപ്പൊ ദൈവത്തിന്റെ പവർ എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും പാപികളെന്ന് സ്വയം മനസ്സിലാക്കാനും നമുക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത വിധം നമ്മൾ സ്പിരിച്വലി ഡെഡാണെന്നും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മനസ്സിലാകുമ്പോഴാണ് നമ്മളുള്ളൊരു നിലവിളി ഉണ്ടാകുന്നത്. ചുങ്കക്കാരനെ പോലെ, കർത്താവെ ഞാൻ ചെയ്ത പ്രവൃത്തികളെല്ലാം ഡസ് നോട്ട് അക്കൗണ്ട് ടു എനിത്തിങ്, അതൊന്നിനും കൗണ്ട് ചെയ്യപ്പെടുന്നില്ല. ഞാനത് മനസ്സിലാക്കുന്ന എന്റെ ഭാര്യ ഒരു തല്ല് കൊണ്ടപ്പോഴാണ്. ഞാനത് പലപ്പോഴും പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു ദിവസം ഒരു സ്ത്രീ കയറി വന്നിട്ട് എൻ്റെ ഭാര്യയുടെ കരണക്കുറ്റി നോക്കി 3 അടി അടിച്ചു. ഞാനൊരു 50 മീറ്റർ ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം നിന്ന് കണ്ടപ്പം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തിരിച്ചടിച്ചില്ല. അതായിരുന്നു എൻ്റെ സന്തോഷം. സാധാരണ നമ്മളൊരു അടി കൊള്ളുമ്പോൾ തിരിച്ചടിക്കാനൊരു പ്രവണത നമുക്കുണ്ടല്ലോ, ഒരു ബയോളജിക്കൽ റെസ്പോൺസ് ഉണ്ട്, അങ്ങനെ റിഫ്ലക്സീവ് റിയാക്ഷൻ. അതില്ലായിരുന്നു. ഇങ്ങനെ നിന്ന് കൊള്ളുന്നു. ഞാൻ ഓർത്തു എന്തൊരു കൃപയാണ്. ഞാൻ എന്നിട്ട് വീടിന് ചുറ്റും നടന്ന കർത്താവിന് സ്തോത്രം. എൻ്റെ കർത്താവെ, എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ അടി കൊള്ളാൻ ദൈവം കൃപ തന്നതിനായിട്ട് സ്തോത്രം. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നിന്റെ സ്തോത്രത്തിലൊന്നും എനിക്ക് യാതൊരു പ്രസാദവുമില്ല. അപ്പോൾ ഞാനടുത്ത് ഒരു കാരണത്തെ അടിച്ചു, മറ്റേ കാരണം കാണിച്ചു കൊടുത്തു, എന്നിട്ട് അടിച്ചു. പിന്നെയും എന്ത് ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞില്ല, പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞില്ല. എന്നിട്ടും കാരണം കാണിച്ചു കൊടുത്ത് 3 അടി വാങ്ങിച്ചു. എന്നിട്ടും കർത്താവ് പറയുന്ന പ്രസാദം ഇല്ലെന്നാണ്. അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവ് നിന്റെ ഹൃദയത്തിലെ തല്ലിയ സ്ത്രീയോട് ദേഷ്യവും വൈരാഗ്യവും ക്രോധവും നിറഞ്ഞിരിക്കുമ്പം നീ എന്ത് ചെയ്താലും നിന്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് പ്രസാദിക്കാനൊന്നുമില്ല. ഞാൻ തിരിച്ച് ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഭാര്യ നോക്കും, ഭാര്യ ഉണ്ടായിരിക്കുമോ, അപ്പൊ എന്നെ തല്ലുന്നു നോക്കി നിൽക്കുമായിരുന്നല്ലേ. അപ്പൊ ആരുടെയും ഉള്ളിൽ നീതിയുണ്ടോ? നമ്മൾ കുറെ പ്രവൃത്തികൾ ചെയ്തിട്ട് നമ്മൾ അത് വെച്ച് നീതിമാന്മാരായി ബാക്കിയുള്ളവരെല്ലാം പോക്കാന്ന് പറയുന്ന അതേ പരീക്ഷത്വം ഈ പ്രാർത്ഥനകൾ വഴിതെറ്റിയപ്പോൾ അതിലൂടെ എല്ലാം വന്നു. കേൾപ്പാൻ ചെവിയുള്ളവൻ. പിന്നെ കർത്താവ് ഞങ്ങളോട് പറയുന്നത്, ഞാൻ നിന്നെ സ്നേഹിച്ച പോലെ നിന്നെ തല്ലിയ ആ സ്ത്രീയോട് നിന്റെ ഉള്ളിൽ സ്നേഹമില്ലെങ്കിൽ നീ എനിക്ക് കൊള്ളാവുന്ന ആളല്ല. നമ്മൾ എത്ര ബട്ടൺ ഇട്ടാലും കുത്തിയിരുന്നാലും പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും സ്നേഹം ഉണ്ടാക്കാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ ജഡം കൊണ്ട് ഒരു പ്രവൃത്തി ചെയ്ത് നമുക്ക് പുകഴാനില്ല. ക്രിസ്തുവിനെ പോലെ ഒന്നും ചെയ്യുവാൻ നമുക്ക് സാധിക്കില്ല. പ്രാർത്ഥന പോലും സാധിക്കില്ല. യേശു കർത്താവിന്റെ പ്രാർത്ഥനകൾ എങ്ങനെയായിരുന്നു? രാത്രിയിൽ അത് കർത്താവ് തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുന്നു. അപ്പൊ കർത്താവോട് ഭയങ്കരമായ ഒരു എഫേർട്ട് എടുത്തു. രാത്രിയിൽ പകൽ മുഴുവൻ പ്രവർത്തിച്ച് രാത്രി മുഴുവൻ ഒറ്റയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു ഭയങ്കര എഫേർട്ട് എടുത്ത്. ഇപ്പൊ ഞാൻ അന്ന് ആദ്യം ആലോചിച്ച്, എന്തിനാണ് കർത്താവ് മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പിതാവിനോട് പ്രാർത്ഥിച്ചത്? കാരണം മരിക്കാൻ വേണ്ടിയാണ് കർത്താവ് വന്നത്. അപ്പൊ ചില ആൾക്കാർ പറയുന്നത് ആത്മീക മരണത്തിന് വേണ്ടിയാണ്. ആത്മീക മരണം യേശുക്രിസ്തു ഒരിക്കലും, ദൈവത്തിന് ഒരിക്കലും ആത്മീക മരണമില്ല. ആത്മീക മരണം എന്ന് പറഞ്ഞാൽ പാപം ചെയ്ത് മരിക്കാന്ന് എൻ്റെ അർത്ഥം. അപ്പൊ പിന്നെ എന്താണത്? അപ്പോഴാണ് അതിന് മുമ്പും താഴെയുള്ള വാക്യങ്ങൾ, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം അവൻ എന്നേക്കും ഒരു
പുരോഹിതനായിരിക്കുന്നു. അപ്പൊ ഈ കരച്ചിലെല്ലാം ആർക്ക് വേണ്ടിയാ? പുരോഹിതൻ ആർക്ക് വേണ്ടിയാ കരഞ്ഞത്? ജനത്തിന് വേണ്ടിയാ. അപ്പൊ ശരിക്കും കർത്താവ് പറയുന്നത്, എന്നെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കണം. എനിക്ക് വേണേ തന്നെ എഴുന്നേറ്റ് വരാം, കാരണം ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസം കൊണ്ട് ഇതിനെ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, കാരണം എന്റെ കൂടെ കുറെ കള്ളന്മാരുണ്ട്, അത് നമ്മളൊക്കെയാ. അപ്പൊ നീ എന്നെ എഴുന്നേൽപ്പിക്കുവാണെങ്കിൽ ഇത്രയും പേർക്ക് വേണ്ടി ഞാൻ കഴിച്ച യാഗം നീ സ്വീകരിച്ചതായിട്ടാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാകുമ്പോൾ ഇവരുടെയും കൂടെ പുനരുത്ഥാനമായിരിക്കും എന്റെ പുനരുത്ഥാനം. നിനക്ക് എന്നോട് പ്രസാദമുണ്ടെങ്കിൽ നീ എന്നെ എഴുന്നേൽപ്പിച്ചാൽ എന്റെ മക്കളെല്ലാം എന്റെ കൂടെ എഴുന്നേൽക്കും. അതിനു വേണ്ടിയാ കർത്താവ് കരഞ്ഞത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിന്റെ പുനരുത്ഥാനമാണ് നമ്മുടെ നീതീകരണം. അവൻ പുനരുത്ഥാനം ചെയ്തു എന്നുള്ളതിനാൽ പിതാവ് നമ്മളെ അംഗീകരിച്ചു എന്നുള്ളതിന് തെളിവായിരിക്കുന്നു. നമ്മുടെ പ്രത്യാശ നമ്മുടെ പ്രവൃത്തികളിൽ നിന്നല്ല വരുന്നത്, ക്രിസ്തുവിന്റെ യാഗത്തിൽ നിന്നാണ് വരുന്നത്. അവൻ നമുക്കായി തകർക്കപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ശിക്ഷ അവൻ വഹിച്ചിരിക്കുന്നു. അവൻ നമുക്കായി ഇന്നും പിതാവിന്റെ സന്നിധിയിൽ ഒരു മധ്യസ്ഥനായി എഴുന്നേറ്റ് നിൽക്കുന്നു. അതുകൊണ്ട് നമ്മൾ പ്രത്യാശയുള്ള മക്കളെ പോലെ ധൈര്യമായി കൃപാസനത്തിലേക്ക് പ്രവേശിച്ച്, ഏത് മകനും എപ്പോഴും തുറന്നു നടക്കുന്ന ഒരു കൃപാസനത്തിൽ കർത്താവിനോട് നേരിട്ട് സംസാരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പുതിയ നിയമത്തിന്. അപ്പൊ ഇവിടെ ഒരു പ്രവൃത്തിയിലും നമുക്ക് യേശു ക്രിസ്തുവിനെ പോലെ ആകാൻ സാധിക്കത്തില്ല. അപ്പൊ കർത്താവ് പറയുന്നത് എന്താണ്? ഈ നീതി വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? നീതി വരണമെങ്കിൽ നിങ്ങൾ കുറച്ച് പ്രവൃത്തികൾ ചെയ്താൽ പോരാ. പിന്നെ എന്ത് സംഭവിക്കണം? നിങ്ങൾ ബൈബിളിൽ നിന്ന് ചിന്തിക്കാതെ സ്വന്തമായിട്ടും ചിന്തിച്ചു നോക്കി. ശരിക്കും നീതി വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? കുറച്ച് പ്രവൃത്തികൾ ചെയ്താൽ നീതിമാന്മാരാകുമെന്നാണ് ലോകത്തിലുള്ള എല്ലാ മതങ്ങളും എല്ലാ ആൾക്കാരും വിശ്വസിച്ചിരിക്കുന്നത്. വേദപുസ്തകം പറയുന്നു പ്രവർത്തിച്ചുകൊണ്ടായില്ല, ഹൃദയമാണ് പ്രശ്നം. ഫോർ എക്സാമ്പിൾ, പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാത്ത ഒത്തിരി പിള്ളേരുണ്ട്. പക്ഷെ എന്തുകൊണ്ട് കോപ്പി അടിക്കുന്നില്ല? അവർ നീതിമാന്മാരായതുകൊണ്ടല്ല, പിടിക്കപ്പെടുമോ എന്നുള്ള. ഇപ്പൊ അനുസരിച്ചോ എന്ന് ചോദിച്ചാൽ അനുസരിച്ചു, പക്ഷെ നീതിമാൻ അല്ല. അപ്പൊ നീതിമാൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? നീതിമാനാണെങ്കിൽ എന്ത് ചെയ്യണം? ഹൃദയം മാറണം. ശരിയല്ലേ? ഹൃദയത്തിനകത്ത് ക്രിസ്തുവിന്റെ സ്വഭാവം ഉണ്ടാവണം. അതിനെയാണ് നമ്മൾ വീണ്ടും ജനനം എന്ന് പറയുന്നത്, റീജനറേഷൻ. കർത്താവ് പറയാണ്, നിന്റെ കല്ല് പോലുള്ള ഹൃദയത്തെ ഞാൻ മാറ്റി മാംസമായൊരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത്, നിക്കോദമോസിനോട് പറയാണ്, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. റീജനറേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. ഇന്ന് നിങ്ങളുടെ ഏത് സഭകളിലെങ്കിലും വീണ്ടും ജനനം എന്നൊരു ഉപദേശം കേൾക്കാറുണ്ടോ? ആകെ കേൾക്കുന്ന കർത്തൃമേശയുടെ മുമ്പുള്ള ഒരു മാനസാന്തരം, അത്രേ ഉള്ളൂ. ഏതെങ്കിലും ഒരു സഭയിൽ നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് കേൾക്കാൻ, നമ്മുടെ പിള്ളേര് വീണ്ടും ജനിച്ചതാണോ? അവരുടെ ആരെങ്കിലും വീണ്ടും ജനനത്തിന്റെ സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ? എന്തായി സംഭവം? നിക്കോദമോസിന്റെ കർത്താവ് പറയാണ്, നീ വീണ്ടും ജനിക്കണം. അപ്പൊ നിക്കോദമോസ് വിചാരിച്ച ഒന്നും കൂടെ ജനിച്ചാൽ, കുറെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, അത്ര മര്യാദയ്ക്കും ജീവിച്ചിട്ടില്ല, ഇതുവരെ ക്ലിയർ ആയിട്ടില്ല, ഒന്നും കൂടെ ജനിക്കുവാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ നല്ലൊരു പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് ഈ പ്രവാചകന്മാർ പറയുന്ന പോലെ കാനഡയ്ക്കോ എങ്ങനെയൊക്കെ പോയി, അല്ലെ കുറച്ചുകൂടെ നല്ലൊരു കല്യാണമെങ്കിലും കഴിക്കാമായിരുന്നു, ഒരു ചാൻസ് കൂടെ കിട്ടുമായിരുന്നെങ്കിൽ. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഇവിടെ തന്നെ ഇരിപ്പുണ്ടായിരിക്കും. പക്ഷെ കർത്താവ് പറഞ്ഞു, എത്ര പ്രാവശ്യം നീ ജനിച്ചാലും നീ നിക്കോദമോസ് ആയിരിക്കുള്ളൂ. ജഡരക്തങ്ങൾക്ക് ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നീ ആത്മാവിൽ ജനിക്കണം, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. എന്നിട്ട് അവസാനം 7-ാം വാക്യത്തിൽ എന്താ പറയുന്നറിയോ? അപ്പൊ നിക്കോദമോസ് ചോദിക്കുന്നത് എങ്ങനെ സംഭവിക്കുന്നു? കർത്താവ് പറയാണ്, കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിലും അതെവിടെ നിന്ന് വരുന്നുവെന്നും എങ്ങോട്ട് പോകുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ല. ആത്മാവിൽ ജനിച്ചവരെല്ലാം ഇങ്ങനെയാണ്. എങ്ങനെയാണ്? എവിടെ നിന്ന് വരുന്നുവെന്നും എങ്ങോട്ട് പോകുന്നെന്നും അറിയുന്നില്ല. കർത്താവിന് അവരെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. കാരണം ഈ കാറ്റെന്ന് പറയുന്ന സാധനം ഒരിടത്തും ഞാൻ ഇവിടെ കൂടി കേട്ടോ സെറ്റിലായി എന്ന് പറയുന്നില്ല. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ദൈവത്തിന് അവരെ എവിടെ വേണേലും കൊണ്ടുപോകാം, എന്ത് വേണേലും ചെയ്യിപ്പിക്കാം. കാരണം അവർ കാറ്റ് പോലെയാണ്, പഴയ ജഡമല്ല. അപ്പൊ പുതുതായി ജനിക്കുന്നവർ ആരെ പോലെയാണ്? നമുക്കറിയാം, ഭാരമുള്ള ഏത് വസ്തുവിന്റെ ആഗ്രഹം എവിടെയെങ്കിലും സെറ്റിൽ ആവണമെന്ന്, അല്ലേ? ഇപ്പൊ ഈ ഫോൺ ഞാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിന് ഭയങ്കര വിഷമായിരിക്കും. ഒരു ഹൃദയമുണ്ടെങ്കിൽ ഫോൺ, എൻ്റെ വായുണ്ട് എന്നോട് പറയും, എന്നെ കൊല്ലല്ലേ, എവിടെയെങ്കിലും മാറ്റിയിരുത്താൻ പറയും. ഞാനിപ്പോ ചാവും, താഴെ വീണ ചത്തു പോലെ. താഴെയും കിടക്കുവാണെങ്കിൽ അതിന് അത്ര സമാധാനം. ശരിയല്ലേ? അപ്പൊ എവിടെയെങ്കിലും സെറ്റിൽ ആവാൻ വേണ്ടിയാണ് നമ്മുടെ പ്രാർത്ഥനകൾ മൊത്തം. എന്താ ഈ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ? പിള്ളേരെ എവിടെയെങ്കിലും വിട്ട് സെറ്റിലാക്കി, അവരെ സെറ്റിലാക്കി, ഞാനൊരു വീട് വെച്ച് അവിടെ സെറ്റിലായി, രാവിലെ മനോരമ എടുത്ത് വായിച്ച നിര്യാതരായി കോളമൊക്കെ നോക്കി, എൻ്റെ അടുത്ത് വരെ എത്രയൊക്കെ മരിച്ചു എന്നൊക്കെ നോക്കി ചായയും കുടിച്ചിരിക്കുന്ന, അതിനെയാണ് നമ്മൾ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്.
ഇതാണ് മധ്യ തിരുവിതാംകൂർ സെറ്റിൽമെന്റ്. കോട്ടയം മധ്യ തിരുവിതാംകൂറാണോ? വെരി ഗുഡ്. അപ്പൊ ഉറപ്പുള്ള സ്ഥിരവാസം നമ്മുടെ എല്ലാവരുടെ ആഗ്രഹമാണ്, സ്വന്തമായൊരു വീട്, സ്ഥിരവാസം. പൗലോസ് പറയുന്നത് ഇത്ര നാളിട്ട് ഞങ്ങൾ എങ്ങനെ ഇരിക്കുന്നു? സ്ഥിരവാസമില്ലാത്തവരായി കാറ്റുപോലെ നടക്കും. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ കാറ്റുപോലെ ആകാൻ വേണ്ടിയാണോ കല്ലുപോലെ ആകാൻ വേണ്ടിയാണോ? പറ പറ. അയ്യോ, എത്ര പേരാ ദിവസം പ്രയർ റിക്വസ്റ്റ് കല്ലുപോലെ ആകാൻ ഒന്ന് പ്രാർത്ഥിക്കണമേ, ഞങ്ങളൊരു കല്ലുപോലെ ആക്കി തരാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. എത്ര പേരാ നമ്മളോട് പറയുന്നത്? പ്രിയ സഹോദരങ്ങളെ, കാനഡയിൽ വർക്ക് ചെയ്ത ആ സഹോദരൻ ഇറാഖിൽ മിഷണറി ആയിട്ട് പോയി ഞാൻ പറഞ്ഞല്ലോ. അവരുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം ഒരേ ഒരു വരുമാനം ഇദ്ദേഹത്തിന്റെ ആയിരുന്നു. ഓൾറെഡി വലിയ ലോൺ, 15 ലക്ഷം രൂപ ലോൺ അവരുടെ വീട്ടിലുണ്ടായിരുന്നു. ഇതെങ്ങനെ വീട്ടും? അമ്മയ്ക്ക് ക്യാൻസർ. അപ്പം ചേട്ടന് ജോലിയില്ല. അപ്പൊ ഇവനാണ് ആകെയുള്ള ജോലി, ഇവന് മാത്രമേ ഉള്ളൂ. ഇവൻ എടുത്തുകൊണ്ട് പോയ ലോണാ, എഡ്യൂക്കേഷൻ ലോണാ, 15 ലക്ഷം രൂപ അടയ്ക്കണം. അവിടെ ചെന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നീ പണി നിർത്തിയിട്ട് എൻ്റെ മിഷണറി ആയിട്ട് ഇറാഖിലേക്ക് പോകും. എന്ത് ചെയ്യും? പറഞ്ഞു 2 വർഷം എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ ആ കടം അങ്ങ് വീട്ടിട്ട് പൊക്കോളാം. കർത്താവ് പറഞ്ഞു, കലപ്പമേൽ കവിച്ചിട്ട് പിന്നോട്ട് നോക്കുന്നതിനൊന്നും എനിക്കുള്ളവനല്ല. അവൻ അപ്പം തന്നെ ജോലി രാജിവെച്ച് സുവിശേഷ ജോലിക്ക് പോയി. വീട്ടിലെ സ്ഥിതി വളരെ മോശമായി. അവർക്ക് ഭയങ്കര വിഷമം, ആരായാലും സഹിക്കാൻ പറ്റത്തില്ല. അമ്മ വളരെ ബുദ്ധിമുട്ടിനെ എങ്ങനെ ചികിത്സിക്കും എന്നൊക്കെ ചോദിച്ച് കഷ്ടപ്പെട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് എനിക്കിനി ചികിത്സിക്കാൻ കാശ്. ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ക്യാൻസർ ഇല്ലല്ലോ, പിന്നെ എന്തിനാ ചികിത്സിക്കുന്നത്? ചേട്ടന് ഗൾഫിൽ ജോലിയും കൊടുത്തു, കുടുംബത്തെ സെറ്റിലാക്കി. ഇവൻ ഇറാഖിൽ ഒരു വില്ലേജിലോട്ട് ചെല്ലുന്നു. അവിടെ ആൾക്കാർ ചോദിക്കുന്നു, ഏത് നാട്ടിൽ നിന്നാ? കാരണം അറബികൾ ഭയങ്കര ആദിത്യമര്യാദയാണ്. പറയും ഇന്ത്യയിൽ നിന്നാ. ഹിന്ദു ആണോ? അല്ല, ക്രിസ്ത്യാനിയാ. അവിടെ ക്രിസ്ത്യാനികളൊക്കെ ഉണ്ടോ? ആണ്. എന്നാ ബാ ഇരിക്കാം, വെള്ളം കുടിക്കും, ഭാഗത്ത് കയറ്റിയിരുന്നു. പിന്നെ ഈസാ നബിയെ കുറിച്ച് പറഞ്ഞു. അവരങ്ങനെ 9 അറബികളോട് സുവിശേഷം പറയുമ്പോൾ ഒരു അറബി സുവിശേഷം സ്വീകരിക്കുന്ന അവരുടെ കണക്ക്. അതുമാത്രമല്ല, അവൻ ഇവിടെ വന്ന് ഇവിടെയുള്ള പിള്ളേരെ മുഴുവൻ കൊണ്ടുപോയി ഈ പൈഡ് പൈപ്പർ ഓഫ് ഹാമിൽ എന്ന് പറയുന്ന പോലെ ട്യൂൺ ഊതുമ്പോൾ പുറകെ പിള്ളേർ പോകുന്ന പോലെ ഒരു സംഘം ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് പോയത്. ഇത് കാറ്റ് പോലെയാണ്. അവർ പോകുമ്പോൾ തിരിച്ചു വരുമെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഇവർ താമസിക്കുന്ന സ്ഥലം എന്താണെന്ന് പറയില്ല, ഇവർ റെക്കോർഡ് ചെയ്തിരിക്കുന്നുണ്ട്. എനിക്ക് പേടിയാണ്. യൂട്യൂബിലൊക്കെ പോകും. അതിപ്പം പറയാൻ പറ്റത്തില്ല. ഇവരിയ്ക്കുന്നതിന്റെ സ്ഥലത്ത് അടുത്താണ് ഒരു ബോംബ് വന്ന് വീണ്. അപ്പൊ വീട്ടോട്ട് വിളിക്കുക, ഞങ്ങൾ അടുത്തൊരു ബോംബ് വന്ന് വീണെന്ന് പറഞ്ഞപ്പം അമ്മ പറയാണ്, കർത്താവിന്റെ വേലക്കിറങ്ങി അങ്ങനെയൊക്കെയാ, നമുക്ക് ഇവിടെ അല്ല അവിടെ കാണാം. അവർക്കും വേണേ പ്രാർത്ഥിച്ചുകൂടെ? വിടുതൽ കിട്ടി കാനഡയ്ക്ക് പോകാനും. ചർച്ചിന് പ്രാർത്ഥിച്ചുകൂടെ? ചർച്ചിന് എന്ത് നഷ്ടമാണെന്നറിയോ? അവരവിടെ എങ്ങാനും കാനഡ വർക്ക് ചെയ്തിരുന്നെങ്കിൽ 2 പേരുടെ 6 ലക്ഷം രൂപ സാലറി, 60,000 രൂപ കറക്റ്റ് അല്ലേ ടൈപ്പ്. ഇപ്പൊ ആ 1 ലക്ഷം രൂപ എടുത്ത് അങ്ങോട്ട് കൊടുക്കണം മാസം തോറും. അപ്പൊ ചർച്ച തീരുമാനിച്ചു, ഞങ്ങൾ കെട്ടിടമൊന്നും പണിയുന്നില്ല, ഞങ്ങളുടെ ശുശ്രൂഷകർ പണം കൈപ്പറ്റുന്നില്ല, വിശ്വാസത്താൽ ജീവിക്കും, ഇതെല്ലാം മിഷന് പോട്ടെ എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ്. അപ്പൊ ചർച്ചും കാറ്റുപോലെ. ഇന്ന് വർഷിപ്പ് ചെയ്യുന്നിടത്തായിരിക്കില്ല നാളെ വർഷിപ്പ് ചെയ്യുന്നത്. കാരണം കർത്താവ് വേഗം വരുമെങ്കിൽ പിന്നെ നമ്മളൊരു സ്ഥിരവാസത്തിന് വേണ്ടി അന്വേഷിക്കുന്ന എന്തിന്? പ്രാർത്ഥിക്കാനുള്ള ഒരു 1-2 ചാനലുകളെങ്കിലും ഞാൻ തുറന്നെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി നമ്മൾ മാറുന്നതിനുള്ളതാണ്. അവിടെയാണ് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നത്. അതായത് നമ്മളെ രക്ഷിക്കുവാൻ, ഈ ലോകമോഹങ്ങളിൽ നിന്നിന്റെ കൊതികളിൽ നിന്നും രക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ ആ നിയോഗമാണ്. മനസ്സിലായോ? അപ്പൊ വീണ്ടും വീണ്ടും നമ്മൾ ഏത് ഡയറക്ഷനിലാണ് പോകുന്നത്? ഒരു സെറ്റിൽമെന്റിന്റെ ഡയറക്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ പ്രാർത്ഥിക്കേണ്ടത് എന്ത് എന്നുള്ളതിന് ചില എക്സാമ്പിൾസ് ഞാൻ ബൈബിളിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16 മുതൽ ഒരു പ്രാർത്ഥനയാണ്. ആർക്കെങ്കിലും വായിക്കാമോ? എഫെസ്യ ലേഖനം 3:16 മുതൽ ഒരു പ്രാർത്ഥനയാണെന്ന് മാത്രമല്ല, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മെസ്സേജ് നമ്മളോട് പറയുന്നുണ്ട്. വേണ്ട, നമുക്ക് ആദ്യം 20 വായിക്കാം. വേഴ്സ് 20. ഇതറിയാൻ വയ്യാത്ത ഒരൊറ്റ പെന്തക്കോസുകാരനും ലോകത്തിൽ ഒരിടത്തും ഇല്ല. ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയുന്നവന്. ഓക്കെ, ഇനി എന്താണ് ചോദിക്കുന്നത് എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. സാധാരണ ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് ഓൾട്ടോ ചോദിക്കുന്നവന് ഇന്നോവ കൊടുക്കുന്ന ദൈവം, അങ്ങനെ വിചാരിച്ചുകൊണ്ട് ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിലും 10,000 രൂപയുടെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന് 1 ലക്ഷം രൂപയുടെ ജോലി കൊടുക്കുന്ന ദൈവം. അപ്പൊ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും. പക്ഷെ എന്തൊക്കെ ചോദിക്കുന്നവരുടെ പറഞ്ഞേക്കെന്ന് നോക്കി, 16 വെച്ച് നോക്കി.
പ്രാർത്ഥന അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം. ആരുടെ മഹത്വത്തിന്റെ ധനം? ഇവർ കാനഡയിൽ പോയി സമ്പാദിക്കുമ്പോഴാണോ ഇറാഖിൽ പോയി മരിക്കുമ്പോഴാണോ കൂടുതൽ ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ ധനമുള്ളത്? അവരിപ്പോ ഇറാഖിലില്ല, പക്ഷെ അവർ ഇറാഖിലായിരുന്നപ്പോൾ നടന്ന ഒരു ചെറിയ സംഭവം ഞാൻ പറയാം. അന്ന് ഐസിസ് തീവ്രവാദികളുടെ കലാപം അവസാനിക്കുന്ന സമയത്ത് അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് ബോംബിടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവർ താമസിക്കുന്നതിൻ്റെ അടുത്ത് ബോംബ് വീണതായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പം മിഷനിലുള്ള മറ്റ് സഹോദരങ്ങൾ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വിളിക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചു, രാവിലോട്ട് വൈകിട്ട് വരെ വിളിച്ചിട്ട് ഇവരെ കിട്ടുന്നില്ല. അപ്പോൾ ഇവരെല്ലാവർക്കും പേടിയായി, എന്തെങ്കിലും സംഭവിച്ചു കാണും, ഈ ബോംബ് അടുത്ത് വീണതുകൊണ്ട് അറിയില്ല. വൈകിട്ടായപ്പോൾ അവർ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളൊരു ബാപ്റ്റിസം സർവീസിന് വേണ്ടി പോയതാണ്. ആദ്യമായിട്ടാണ് അവർക്ക് അവിടെ ഒരു വിക്ടറി ഉണ്ടാകുന്നത്. അപ്പം കുറച്ച് പേര് 2-3 പേര് ബാപ്റ്റിസം എടുക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഇത്തിരി ദൂരെ ഒരു സ്ഥലത്ത് പോയതാണ്. അതുകൊണ്ട് ആണ് ഫോൺ കിട്ടാഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, യുദ്ധം രൂക്ഷമാകാൻ സാധ്യതയുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവർ പറഞ്ഞെന്തെന്നറിയോ, ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഇവിടെ സഹോദരങ്ങളെ കിട്ടിയത്, ഇവരെ ഇട്ടിട്ട് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ പോകാനൊരു സ്ഥലമില്ല, ഇവർ നഷ്ടപ്പെടുന്നു മാത്രമല്ല, നാളെ നമുക്ക് തിരിച്ചിവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ ഇവരെ നമുക്ക് ലഭിക്കില്ല എന്ന് മാത്രമല്ല, ദൈവം ഞങ്ങളെ ഇവിടെ വിട്ടതാണെങ്കിൽ ഞങ്ങൾ ദൈവം പറയാതെ ഇവിടുന്ന് പോകുന്നതും ശരിയല്ല, ഞങ്ങൾ വരില്ലെന്ന് പറഞ്ഞു. യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞു, എല്ലാവരും ഞങ്ങൾ ഉപേക്ഷിച്ച് പോയി, പക്ഷെ നിങ്ങൾ മാത്രം ഞങ്ങളുടെ കൂടെ നിന്നു. ഇതാണ് കാറ്റെന്ന് പറയുന്ന സാധനം. ഇപ്പം ഞങ്ങളുടെ ചർച്ചിലെ പിള്ളേരല്ല, ഞങ്ങളുടെ ചർച്ചിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹം ഹെഡ് ആൻഡ് നെക്ക് സർജൻ ആയിരുന്നു RCCയിൽ. ഒരു ദിവസം ചർച്ചിൽ നിന്നിട്ട് സാക്ഷ്യം പറഞ്ഞു, ഞാൻ പോവാണ്, രാജിവെച്ചിട്ടുണ്ട്, ഒറീസയിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോവാണ്. അദ്ദേഹം മാൽക്കങ്കിരി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. ഒറീസയിലെ മാൽക്കങ്കിരി ജില്ലയിൽ ഒരു സാധാരണ ക്ലിനിക്കൊക്കെ തുറന്ന് അവിടെ ഒരു ചർച്ചുണ്ട്. അപ്പോൾ ഈ ചർച്ചിൽ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങളുടെ ചർച്ചിലെ വേറൊരു സഹോദരൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകാൻ തീരുമാനിച്ചു, ഇത്രയും നല്ലൊരു ജോലി വിട്ടിട്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ ഡോക്ടർ ചോദിച്ചു, ദൈവം പറഞ്ഞാൽ എങ്ങനെ മനസ്സിലായി? അപ്പോൾ പറഞ്ഞു, ഏത് ആൾക്കൂട്ടത്തിലാണെങ്കിലും സ്വന്തം അപ്പം വിളിച്ചാൽ മകന് മനസ്സിലാതിരിക്കാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന ഒരു മോൻ പറഞ്ഞു, ഞാൻ സുവിശേഷയിലേക്ക് പോകണം, നേരെ ഇപ്പം മാൽക്കങ്കിരിക്ക് പോയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഫെയ്ത്ത് ഞങ്ങളുടെ ചർച്ചിലും വഴിതെറ്റിപ്പോയി ഒരു കൊച്ചിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നില്ല, കാരണം അങ്ങനെ ആരും ഇല്ല. അങ്ങനെ ഒരാൾ പോലും ഇല്ല. അതിന്റെ കാരണം ഈ ചെറുപ്പത്തിലെ പിള്ളേരെ വിശ്വാസം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു മഹാദ്രോഹമുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയും, യേശുവച്ചോട് പ്രാർത്ഥിച്ചാൽ മതി, നിനക്ക് ബാഗും ചെരുപ്പെല്ലാം കിട്ടുമെന്ന് പറയും, പ്രാർത്ഥിക്കും. രാത്രി നമ്മൾ തന്നെ ബാഗ് കൊണ്ടുവയ്ക്കും. ഇപ്പൊ രാവിലെ കൊച്ചെഴുന്നേക്കുമ്പോൾ യേശുപ്പച്ച തന്നാന്ന് വിചാരിക്കും. പക്ഷെ അവൻ വലുതാകുമ്പോൾ ചോദിക്കും, എന്നെ പാസ്സാക്കണേ, പക്ഷെ അവൻ പഠിക്കില്ല, തോറ്റുപോകും. അപ്പൊ മനസ്സിലായി, യേശുപ്പച്ച അങ്ങനെ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നൊന്നുമില്ല. അവന്റെ ഉള്ളിലെ വിശ്വാസം അങ്ങ് പോകും. അവൻ നോക്കുമ്പോൾ അവിശ്വാസി നിരീശ്വരവാദിക്കെല്ലാം ക്യാമ്പസ് പ്ലേസ്മെന്റ്, ഇവൻ നോക്കുമ്പോൾ കർത്താവ് പ്രവർത്തിക്കുന്നതായിട്ട് അവന് തോന്നുന്നില്ല. പിന്നെ അവന് പാട്ട് പാടാൻ അറിയാവുന്നവനാണ് സ്റ്റേജിൽ കൊണ്ടുവരുന്നത് പാട്ട് പഠിപ്പിക്കും, പക്ഷെ ഉള്ളിൽ എന്തില്ല, ഫെയ്ത്ത് ഇല്ല. കാരണം എന്താ? കർത്താവ് ഒരിടത്തും പുതിയ നിയമത്തിൽ വാഗ്ദത്തം ചെയ്തിട്ടില്ല, നിന്നെ പരീക്ഷയ്ക്ക് ഒന്നാമതാക്കാമെന്നോ ക്യാമ്പസ് പ്ലേസ്മെന്റ് തരാമെന്നൊന്നും ഇല്ല. നമ്മൾ ഇല്ലാത്ത വാഗ്ദത്തമാണ് കർത്താവിന്റെ പേര് കൊടുത്തത്. നമ്മൾ തന്നെയാണ് അവരുടെ വിശ്വാസത്തെ തകർത്ത് കളഞ്ഞത്. അവർക്ക് ക്രിസ്തുവിനെ ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലോ? ഈ ക്രിസ്തുവിനെ ലഭിക്കുന്നവരെല്ലാം ദൂരം മിഷണറിമാരായിട്ട് പോകുന്നില്ല, പക്ഷെ അവരെല്ലാം കർത്താവിന് അവൈലബിൾ ആയിരിക്കും, കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് അവൈലബിൾ ആയിരിക്കും, ഒരു ആർദ്ര ഹൃദയം ഉണ്ടായിരിക്കും. ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. അടുത്ത വാക്യം പറയുന്നത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ. ഈ ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കും. എന്ത് സംഭവിക്കുന്നറിയോ? നമ്മുടെ ജീവിതത്തിന്റെ ഡയറക്ഷൻ മാറും. ഇത് പ്രാർത്ഥന, അതിനുവേണ്ടി ഇതൊരു പ്രാർത്ഥന. ഇത് അപ്പൊ നമ്മളെ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായ കർത്താവ് എന്താ ചെയ്യുന്നത്? നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തി, പുറത്തെ മനുഷ്യന് ശക്തി ഉണ്ടെന്നാലും പൊട്ടിയിട്ട് കൊടുക്കാം. അകത്തെ മനുഷ്യനാണെങ്കിലോ ക്ഷമിക്കാം. രണ്ടിനും ശക്തി വേണം, ക്ഷമിക്കാനും ശക്തി വേണം, തിരിച്ചൊന്ന് പൊട്ടിക്കാനും. അപ്പൊ ഏതാ അകത്തെ മനുഷ്യന്റെ ശക്തി? പുറത്തെ മനുഷ്യന്റെ ശക്തിയോ? നിങ്ങളുടെ ചർച്ചയിൽ ഒരാൾ കല്ലെറിഞ്ഞു, നിങ്ങളുടെ കൂടെ പഠിച്ച ആളാണ് ഇപ്പോഴത്തെ DSP എന്ന് വിചാരിച്ചോ, നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം
DSP വിളിച്ചിട്ട് പറയും ഒരുത്തൻ ഞങ്ങളുടെ ചർച്ചിന് കല്ലെറിഞ്ഞിട്ടുണ്ട്, അവനെ ഒന്ന് കൈകാര്യം ചെയ്തേക്കണം എന്ന് പറയും അല്ലേ. DSP അവനെ ഫോൺ ചെയ്ത് 2 വർത്താനം പറഞ്ഞ് പ്രശ്നം തീർന്നു. ആ സമയത്ത് DSP പോയിട്ട് ഒരു അവിടെയുള്ള നായ്ക്കുട്ടി പോലും നമ്മളെ കണ്ട വാലാട്ടാത്ത ഒരു ദേശത്താണെങ്കിലോ നമ്മൾ ബലഹീനരാ അല്ലേ. അപ്പൊ നമ്മൾ ആരെടുത്തോട്ട് നോക്കും? കർത്താവിനെടുത്തോട്ട് നോക്കും. അപ്പോൾ എറിഞ്ഞവനോട് എന്ത് തോന്നും? ക്ഷമ, സ്നേഹം ഒക്കെ തോന്നണമെങ്കിൽ നമ്മൾ ബലഹീനരായിരിക്കണം. അപ്പൊ അത് അകത്തെ മനുഷ്യന്റെ ബലമാണ്. എറിഞ്ഞോട്ടൊന്ന് പൊട്ടിക്കാൻ SP വിളിച്ച് 2 വർത്താനം പറയിപ്പിക്കാൻ തോന്നുന്നു പുറത്തെ മനുഷ്യന്റെ ബലവും. അവന്റെ വിവരമില്ലായ്മ കൊണ്ടല്ലേ കർത്താവ് അവനോട് ക്ഷമിക്കട്ടെ എന്ന് പറയുന്ന അകത്തെ മനുഷ്യന്റെ ബലവുമാണ്. പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഭർത്താവ് ഒരു വാക്ക് പറയുമ്പോൾ 2 വാക്ക് തിരിച്ചു പറയാൻ പുറത്തെ മനുഷ്യനെ ബലം. പക്ഷെ അത് അനുസരണയോടെ സബ്മിഷനോടെ കേൾക്കാൻ അകത്തെ മനുഷ്യന് അസാമാന്യമായ ബലം വേണം. തിരിച്ചു ഭാര്യ പറയുമ്പോൾ ഭർത്താവിന്, ഞാൻ ഭർത്താവല്ലേ, എന്നോട് അവൾ അങ്ങനെ പറയാമോ എന്ന് ചോദിക്കുന്നതിന് പകരം ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്ന ക്രിസ്തുവാണ് എന്ന ഫെയ്ത്തിലോട്ട് പോകുമ്പോൾ അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആവും. ഇപ്പൊ പ്രേയർ പൗലോസ് പ്രാർത്ഥിച്ചു എന്തിനു വേണ്ടിയാ? ഇവന്മാരെല്ലാം എഞ്ചിനീയർമാരും ഡോക്ടർമാരും ആക്കി ഭയങ്കര വെളിയിൽ ശക്തിയുള്ള ആൾക്കാരാക്കി മാറ്റാൻ വേണ്ടിയാണോ? അടുത്തത്, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനമുള്ളവരായി. അവിടെ അതൊരു പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. ഈ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനമുള്ളവരായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം, ഓക്കെ, നമ്മൾ സാധാരണ നമ്മൾ വേരൂന്നുന്ന സ്നേഹത്തിലല്ല, രസത്തിലാണ്. രസം നമ്മൾ ചോറൊഴിച്ച് കുടിക്കുന്ന രസമല്ല, പ്ലഷർ. ഒരു പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ജോക്ക് ഉണ്ടെങ്കിൽ ഇഷ്ടമല്ലേ? കാരണം എന്താ? നമ്മുടെ മൈൻഡ് എപ്പോഴും രസം ആഗ്രഹിക്കുന്നു. ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ എന്തോ പറയും? ഓ ബോറാ, രസമില്ല, പറയുന്ന വലിയ വലിയ കാര്യങ്ങളായിരിക്കും. എനിക്കൊരു പാസ്റ്റർ അറിയാം, പേര് പറയത്തില്ല. പുള്ളിയുടെ പ്രസംഗത്തിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസാമാന്യമായ പരിജ്ഞാനമാണ്. ഞാനത് എവിടെയായാലും വിടാതെ കേൾക്കുന്ന പ്രസംഗമാണ്, ആരുടെ എന്ന് പറയില്ല. പക്ഷേ സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ നമ്മൾ ഉറങ്ങിപ്പോകും, രസമില്ല. അതുകൊണ്ട് അധികം പേര് കേൾക്കില്ല. രസമില്ലെങ്കിൽ നമ്മൾ ഫുഡ് പോലും കഴിക്കില്ല. ഈ രസമല്ല, അവിടുത്തെ ഫുഡ് ഒരു രസമില്ല, കൂട്ടുപോലും കൂടില്ല, അവനോട് വർത്താനം പറയാനൊരു രസമില്ല, ബോറാണ്. അപ്പൊ നമ്മളൊന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ പോലും നമുക്ക് എന്ത് വേണം? നമ്മുടെ ജഡത്തിന് എൻജോയ്മെന്റ് ഇല്ലാതെ നമ്മൾ ഒരു പണിയും ചെയ്യില്ല. ഇന്ന് ഡൈവോഴ്സ് വരുന്നതിന് മുഴുവൻ കാരണം എന്നറിയാം? ഇന്നത്തെ ഏറ്റവും രസകരമായ കാര്യം, പണ്ടൊക്കെ ഒരുത്തൻ കല്യാണം കഴിച്ച് 2 പിള്ളേരായി അവ ഇട്ടിട്ട് പോയി വേറെ ആളെ കെട്ടി, അങ്ങനെയല്ല കേട്ടിട്ടുള്ളത്. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് സ്ത്രീകളാണ് ഇട്ടിട്ട് പോകുന്നത്. 65% ഡൈവോഴ്സ് ഡിമാൻഡഡ് ബൈ വിമൻ. പെൺപിള്ളേരാ പറയുന്നത് എനിക്ക് അങ്ങയുടെ കൂടെ ജീവിക്കാൻ വയ്യ. ഞാനുള്ള കൗൺസിൽ ചെയ്ത് പറഞ്ഞ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലെന്ന് പോവാ, വിശ്വാസിയ. കാരണം എന്താ? രസം വരുന്നില്ല. ആദ്യത്തെ ഡോപ്പമിൻ തീർന്നു, ഇനി ഒന്നും കിട്ടാനില്ല. സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ തള്ളിവിടുവോ? ഉള്ളിൽ സ്നേഹം തോന്നി വിടും. ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ ഒരാളെയെങ്കിലും തള്ളിവിടുവോ? റോഡിൽ കാണുന്ന ഒരാളെ പോലും നമുക്ക് തള്ളിവിടാൻ പറ്റില്ല. അപ്പൊ ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കപ്പെടുന്ന രസം എന്ന തത്വത്തിന് ജയിക്കണമെങ്കിൽ സ്നേഹം എന്ന തത്വം അങ്ങോട്ട് വരണം. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൽ പോയി പിള്ളേരിക്കുമ്പം ആരോട് സംസാരിക്കുന്നതാണ് രസമെന്നല്ല, ആർക്കാണ് അവിടെ കർത്താവിന്റെ സ്നേഹം ആവശ്യം? ഒറ്റയ്ക്കിരിക്കുന്ന ആ കുട്ടി, വേദനയോടിരിക്കുന്ന, ആഹാരമില്ലാതിരിക്കുന്ന ആളുടെ അടുത്തോട്ട് ചെല്ലാനൊരു ഹൃദയം ഉണ്ടാകും. അത് ഉണ്ടാകണമെങ്കിൽ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. ഇതാ പ്രാർത്ഥനയുടെ ഡയറക്ഷൻ. ഇറ്റ്സ് എ പ്രെയർ ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മളെ വിശുദ്ധീകരിക്കുന്ന, ക്രിസ്തുവിനെ പോലെ ആക്കുന്ന, ക്രിസ്തുവിന്റെ ആ നിലവാരത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന പ്രാർത്ഥനകളാണ്. പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം, അതും കൂടെ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇതവിടെ നീളവും വീതി ഉയരവും ആഴവും എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ നീളവും ഉയരവും വീതി ആഴവും എല്ലാം സകല വിശുദ്ധന്മാരോടും കൂടെ അറിയേണ്ടതിനെന്നാണ്. അതെന്തിനാ അങ്ങനെ പറഞ്ഞേക്കുന്നത്? ചില വിശുദ്ധന്മാരെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്റെ കർത്താവ് ഇങ്ങനെയൊക്കെ എങ്ങനെ നീ സ്നേഹിക്കുന്നെന്ന് ചിന്തിക്കുന്നു. അവന്റെയൊക്കെ സ്വഭാവം കാണും. വേറെ ചിലരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും വീതിയിലാണ് കർത്താവിന്റെ സ്നേഹം. ഇപ്പൊ കർത്താവ് പറയും ഞാൻ നിന്നെ സ്നേഹിച്ച് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നീ എന്ത് ചെയ്യണം? അവനെ അങ്ങ് സ്നേഹിക്കണം. അവസാനം എന്നിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നു ഇത്രയും ആഴമായിട്ട് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. യേശു കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യനാരാ? അല്ലല്ല, നോ വേ. യോഹന്നാനല്ല, യൂദായൊന്നുമല്ല. നോ നോ നോ. നിങ്ങൾ ആരും ബുദ്ധിമുട്ടുണ്ടാക്കിയല്ലേ ഞാൻ പറയാതെ ഞാനാ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം യോഹന്നാനെയാണ് കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. ഏത് സുവിശേഷത്തിലാണ് നമ്മൾ വായിക്കുന്നത്?
യോഹന്നാന്റെ സുവിശേഷത്തിലേ ഉള്ളൂ. മത്തായി പറഞ്ഞിട്ടുണ്ടോ? മർക്കോസ് പറഞ്ഞിട്ടുണ്ടോ? യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്കും പറയാൻ മേലെ? യോഹന്നാൻ അങ്ങനെ പറയാനുള്ളൊരു കാരണമുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പത്രോസിനെ രക്ഷിക്കാൻ കർത്താവ് ഒരടി താഴോട്ടിറങ്ങി കാണുമായിരിക്കും. യോഹന്നാൻ ചിന്തിക്കുന്ന കേട്ടോ, എന്നെ രക്ഷിക്കാൻ, എന്നെപ്പോലൊരു പാപിയെ രക്ഷിക്കാൻ കർത്താവ് എന്തുമാത്രം വേദന സഹിച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്നെ രക്ഷിക്കാനല്ലേ കർത്താവ് ഏറ്റവും കൂടുതൽ വേദന സഹിച്ചിട്ടുണ്ടാവുള്ളൂ. ഇങ്ങനെയാണ് ദൈവത്തിന്റെ, യേശുവിന്റെ സ്നേഹത്തിന്റെ ഉയരവും ആഴവും വീതി അറിയുമ്പോൾ നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, ഏതായാലും എന്റെ അത്രയും പാപിയല്ല, എന്നോട് ക്ഷമിക്കാൻ കർത്താവ് അനുഭവിച്ച വേദനയുടെ എത്ര അവനോട് ക്ഷമിക്കാൻ ഉണ്ടായി കാണത്തില്ല. ഇത് നമ്മുടെ ഉള്ളിൽ യഥാർത്ഥ വിനയത്തെ ഉണ്ടാക്കുന്ന ഇതാണ്. ഐ ആം അൺവർതി ബട്ട് ബ്ലെസ്ഡ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഇതൊരു വലിയ റെവലേഷൻ. നമ്മുടെ ജീവിതത്തിൽ അന്ത്യം വരെയും നമ്മൾ അറിയുന്ന ഒരു കാര്യമാണ്, ക്രൈസ്റ്റ് ലവ്ഡ് മീ മോർ ദാൻ എനിത്തിങ് എൽസ്. അത് ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്കും പറയാം. കാരണം എന്റെ പാപങ്ങൾ എനിക്കറിയുള്ളൂ, നിങ്ങളുടെ പാപങ്ങൾ എനിക്കറിയാൻ മേല. സന്തോഷമായ? ഇനി അവസാനത്തെ കാര്യം, ദൈവത്തിന്റെ എല്ലാ പരിജ്ഞാനത്തിലും നിങ്ങൾ നിറഞ്ഞു വരേണ്ടതിന്. അപ്പൊ പ്രേയറിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തുവിലൂടെ ദൈവം നമ്മളിലേക്ക് പകരാൻ ആഗ്രഹിക്കുന്ന ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ദൈവം ഒരിക്കലും മനുഷ്യർക്ക് തരാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പൊ ദൈവത്തിന്റെ നിത്യത, ദൈവത്തിന്റെ ഇൻഡിപെൻഡൻസ്, ദൈവത്തിന്റെ ഇമ്മ്യൂട്ടബിലിറ്റി, അതായത് മാറാത്ത സ്വഭാവം, ഇത് നമുക്ക് കിട്ടത്തില്ല, നമ്മൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം, കരുണ, ആത്മിക സ്വഭാവം, കർത്താവ് എങ്ങനെയാണോ ആത്മിക സ്വഭാവങ്ങളെല്ലാം തരാൻ വേണ്ടിയാണ് ക്രിസ്തുവിനെ നമുക്ക് തന്നത്. ഇപ്പൊ ക്രിസ്തുവിൽ എന്തെല്ലാം ദൈവിക ഗുണങ്ങളുണ്ടായിരുന്നോ അതിനെല്ലാം നമ്മൾ അവകാശികളാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിന് ഉണ്ടായിരുന്ന എല്ലാ ആത്മനിറവിനാലും നിറഞ്ഞു വരിക. അപ്പൊ നമ്മളെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ ശക്തിയിലേക്കാണ് നമ്മുടെ പ്രാർത്ഥനകൾ എത്തേണ്ടത്. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അതിനർത്ഥം വേറൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നല്ല, എല്ലാ വിഷയത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയുടെ ഫോക്കസ് എന്ന് പറയുന്നത് ക്രിസ്തു നമ്മിൽ വസിക്കുന്നതിന് വേണ്ടിയാണ്. ഇനി നമുക്കിത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഒരു വാക്യം ഞാൻ വായിക്കാം. അത് യൂദായുടെ ലേഖനം അവസാനത്തെ 2 വാക്യങ്ങളാണ്. 25-25 വാക്യം ഞാൻ വായിക്കാം. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തുവാൻ കളങ്കമറ്റവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. അപ്പൊ നമ്മൾ അവിടെ പോകുന്നത് നമ്മുടെ ശക്തിയല്ല. ആരുടെ ശക്തിയാ? നമ്മളെ അവിടെ എത്തിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ ശക്തി. അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഫെയ്ത്ത് എന്ന് പറയുന്നത്, ഞാൻ വഴിയിൽ പോവുകയില്ല, അത് എന്റെ മിടുക്ക് കാരണമല്ല, എന്നെ അവിടെ എത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് എന്റെ കൈ പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അതെല്ലാം ദൈവത്തിന്റെ ശക്തിയാണ്. ഇവിടെ ശക്തി എന്നല്ല പറഞ്ഞേക്കുന്നത്, കഴിവുള്ളവന്. നമ്മൾ രക്ഷിക്കുന്ന ദൈവത്തിന് തന്നെ നമ്മുടെ ആന്തരിക മനുഷ്യനെ ബലപ്പെടുത്തി, അവന്റെ ശക്തി കൊണ്ട് ബലപ്പെടുത്തി വിശുദ്ധീകരിച്ച് തേജസ്സിലേക്ക് നമ്മളെ നയിക്കാൻ, പുനരുത്ഥാനം ചെയ്യിപ്പിക്കാൻ നമ്മളിൽ കർത്താവ് തന്നിരിക്കുന്ന ശക്തി കൊണ്ട് ദൈവത്തിന് സാധിക്കും. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങോട്ട് ഡയറക്റ്റ് ആവുന്നത്? ദൈവത്തിന്റെ രക്ഷാകരമായ ശക്തിയിലേക്ക്. 4-ാമത്തെ, ഞാൻ ഇനി 1 മിനിറ്റ് എടുക്കുള്ളൂ. കൊളോസ്യർ 4 നമ്മളൊരു പ്രാർത്ഥന കാണുന്നുണ്ട്. ഈ 2 പ്രാർത്ഥനകൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കൊളോസ്യർ 4 2-ാം വാക്യം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവിൻ. എന്തൊക്കെയാ ചെയ്യേണ്ടത്? അടുത്ത വാക്യം, ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിന് വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത്. സുവിശേഷീകരണത്തിനുള്ള പ്രാർത്ഥനയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൗലോസ് പ്രാർത്ഥിച്ചാലാണോ ദൈവം പെട്ടെന്ന് കേൾക്കുന്നത്? കൊളോസിയിലെ വിശ്വാസികൾ പ്രാർത്ഥിച്ചാലാണോ പെട്ടെന്ന് കേൾക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. കാരണം എല്ലാ പ്രാർത്ഥനയും യേശു ക്രിസ്തുവിന്റെ മാത്രമേ പിതാവിന്റെ അടുത്തേക്ക് ചെല്ലുള്ളൂ. ക്രിസ്തുവിലൂടെ കിടക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിച്ചിരിക്കും. അതാര് പ്രാർത്ഥിച്ചാലും ലഭിച്ചിരിക്കും. കാരണം നമുക്ക് ഒരു മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ. സമ്മതിച്ചോ? അത് സമ്മതിച്ചോ? ഇല്ല? പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. അപ്പൊ നമ്മുടെ ഈ പ്രാർത്ഥനയുടെ ഡയറക്ഷൻ ക്രിസ്തുവിലേക്കാകുവാനും, അത് നമ്മളെല്ലാവരെയും വിശദീകരിക്കുന്ന, സഭയായി വിശദീകരിക്കുന്ന, കൂട്ടമായി വിശദീകരിക്കുന്ന ക്രിസ്തുവിന്റെ സ്വഭാവം നമുക്ക് തരുന്ന പ്രാർത്ഥനകളിലേക്ക് ദൈവം നമ്മളെ നയിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.